ഒരു കുഞ്ഞിൻ്റെ സ്കിന്ന് നമ്മുടെ സ്കിന്നിനേലും 30 to 40% ലൈറ്ററാണ്. മെലാനിൻ കണ്ടന്റ് അത്രയും കുറവാണ് അവർക്ക്. അപ്പോൾ അവർക്കിത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഈ ഉടുപ്പിട്ടാലും നമ്മൾ ഈ UV റേസ് പ്രിവെന്റ് ചെയ്യുന്നില്ല. സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഡ്രസ്സ്, അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡ്രസ്സ് ഇടുന്നത്. അപ്പോൾ അതിലാണ് ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് അടങ്ങിയിരിക്കുന്നത്. അതിൽ യൂസ് ചെയ്യുന്ന ഫാബ്രിക്സ് ആണ് ഏറ്റവും ഡേഞ്ചറസ്. അത് ആക്ച്വലി കാനബീസ് പ്ലാന്റ് എന്ന് ഡെവലപ്പ് ചെയ്യുന്ന ക്ലോതിങ് ആണ്. അങ്ങനെ ഒരു ക്ലോതിങ് ഉണ്ടാക്കുന്നത് ഞാൻ അന്ന് ആദ്യമായിട്ട് അറിയുന്നത്. കഞ്ചാവിന്റെ ഇതിൽ നിന്ന്. ഈ ഡ്രസ്സ് കൊണ്ട് കുട്ടികൾക്ക് ഫ്യൂച്ചറിൽ വലിയ രീതിയിലുള്ള അലർജീസ് വരുന്നുണ്ടോ? ഡ്രസ്സുകൾ വരുന്നുണ്ട്. അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്. ഇത് കുഞ്ഞുങ്ങൾക്ക് അലർജീസ് ഉണ്ടാക്കുന്നു. അലർജീസിന് ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ ഇല്ല. ഇപ്പോൾ ഒരു പാൻ്റ് ആണെങ്കിൽ ആ പാൻറ്റിൽ ഒരു ലെഗിന് ലെങ്ത് കൂടുതലും ഒരു ലെഗിന് ലെങ്ത് കുറവും. ഇപ്പോൾ ഒരു ഷർട്ട് ആണെങ്കിൽ അതിൻ്റെ പകുതി ബട്ടൺസ് ഇപ്പറേ പകുതി ബട്ടൺസ് ഇപ്പറേ. അയ്യോ, അതെന്താ സംഭവം എന്താണെന്ന് വെച്ചാലേ, എനിക്ക് ആ പെട്ടി പൊട്ടിച്ച് അതിൽ ഡാമേജ്ഡ് ആയതിനാലും ആ ലേഡി നമ്മളെ ചതിച്ചല്ലോ എന്നുള്ളൊരു ഇതുണ്ടല്ലോ. നമസ്കാരം, ഞാൻ അന്ന സൂസൻ. സ്പാർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ലോക മാർക്കറ്റിലേക്ക് ഒരു പ്രൊഡക്റ്റ് എത്തിക്കുകയാണ്. ലോക മാർക്കറ്റിനെ കീഴടക്കാൻ പോകുന്ന ഒരു ആലുവക്കാരൻ, അങ്ങനെ വിശേഷിപ്പിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം. ആലുവയിൽ നിന്നും ലോകത്തിൻ്റെ നെറുകയിലേക്ക് വളരുന്ന ഒരു കുട്ടികളുടെ ബ്രാൻഡ്, അതിൻ്റെ കഥ കേൾക്കാം നമുക്കിന്ന്. ആ ഒരു യാത്രയിൽ അദ്ദേഹം ഒരു പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു സ്റ്റോറി കേൾക്കാം. എങ്ങനെ സസ്റ്റൈനബിൾ മോഡൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കുട്ടികളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നു. സ്ട്രഗിളിൻ്റെ യാത്ര, ഒരു വിജയത്തിൻ്റെ യാത്ര കേൾക്കാം. ബിൻഷാദ്, സ്വാഗതം സ്പാർക്കിൻ്റെ എപ്പിസോഡിലേക്ക്. വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ എല്ലാവരോടും പറയുന്നത് പോലെ തന്നെ ഇന്ന് ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് 28 വയസ്സിനുള്ളിൽ ഇത്രയും നല്ലൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ചെയ്ത് അതിനെ ഇത്രയും സക്സസ് ആക്കി നാളെ കേരളത്തിന് അഭിമാന പുരസ്കാരം ലോകത്തിന് നെറുകയിലേക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വളർത്തിക്കൊണ്ട് വരികയാണ്. അതിൽ ആദ്യമേ തന്നെ ഒരു കൺഗ്രാജുലേഷൻസ് ഇത്രയും എഫേർട്ട് എടുത്തതിന്. ഓക്കെ, ആലുവ സ്വദേശിയാണെന്ന് ഞാൻ പറഞ്ഞു. ആലുവയിൽ എവിടെയാണ്? ആലുവയിൽ കുന്നത്തേരി എന്ന് പറയും. മുട്ടം മെട്രോ സ്റ്റേഷന്റെ അവിടുന്ന് അകത്തോട്ട് പോകണം. ഓക്കെ, പഠിച്ചതൊക്കെ എന്താണ്? ഞാൻ ബിടെക് ഗ്രാജുവേറ്റ് ആണ്. ബിടെക് സേഫ്റ്റി ആൻഡ് ഫയർ ആയിരുന്നു. സേഫ്റ്റി ആൻഡ് ഫയർ ആണ്. അപ്പൊ ഒരു ബന്ധമില്ലാത്ത ഇൻഡസ്ട്രിയിലാണ് ബിസിനസ് ചെയ്യുന്നത്? തീരെ ബന്ധമില്ലാത്ത ഇൻഡസ്ട്രിയിലാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഫാദർ, മദർ, സിസ്റ്റർ, ബ്രദർ ഇൻ ലോ, അവരുടെ കുട്ടി. ഓക്കെ, ഫാദറും മദറൊക്കെ എന്ത് ചെയ്യുന്നു? മദർ വീട്ടിൽ തന്നെയാണ്. ഫാദർ ആണെങ്കിലും ബ്രദർ ഇൻ ലോ, സിസ്റ്റർ അവരെല്ലാം കുവൈറ്റിലാണ്. ഫാദറിന് അവിടെ ഒരു സ്ക്രാപ്പിന്റെ ബിസിനസ് ഉണ്ട്. അവരവിടെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിനി ബിസിനസ് പയ്യെ ചെയ്ത് പച്ച പിടിച്ച് വന്നോടെ വരെ വീട്ടിൽ അരി മേടിക്കാൻ കാശുണ്ട്, കുഴപ്പമില്ല. അങ്ങനെ ഒരു രീതിയിലൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, ഈ പഠിച്ചിറങ്ങിയപ്പോ തന്നെ ബിസിനസ്സിലേക്ക് മാറിയായിരുന്നു അതോ ജോലിക്ക് പോയോ? പഠിച്ചിറങ്ങി നേരെ ബിസിനസ്സിലോട്ടാണ്. എന്ത് ബിസിനസ്സിലേക്ക് ഇറങ്ങി? ഞാൻ ആദ്യം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സ്കൂൾ ഫ്രണ്ട്. അവൻ്റെ ഒരു ബ്രദറിന് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ കൺസ്ട്രക്ഷനാണ്. STP, WTP അതിൻ്റെ എല്ലാം. അപ്പോൾ ഞാനും അവനും പിന്നെ വേറെ 2 ഫ്രണ്ട്സും കൂടി ചേർന്നിട്ട് ഇതിൻ്റെ കെമിക്കൽസ് ഉണ്ട് ഇതിന് യൂസ് ചെയ്യുന്ന, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലോട്ടാണ് ഫസ്റ്റ് ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെ മെയിൻ ബയേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ്സ് ആണ്, അപ്പാർട്ട്മെന്റ്സ് ആണ്. കൊച്ചിയിൽ അതിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള അപ്പാർട്ട്മെന്റ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നേരെ അങ്ങോട്ടാണ് ഇറങ്ങിയത്. അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നാണെങ്കിലും കെമിക്കൽസിനെ പറ്റി ഒന്നും അറിയില്ല, വാട്ടർ ട്രീറ്റ്മെന്റിനെ പറ്റി ഒന്നും അറിയില്ല. ഡയറക്റ്റ് ഇക്കാക്കയുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്നു, നിങ്ങളൊരു പണി നാളെ തുടങ്ങിക്കോളാൻ പറയുന്നു. ഞങ്ങൾ 4 പേരും 10,000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ തന്നെ ഇവിടെ TCC എന്ന് പറഞ്ഞിട്ട് കെമിക്കൽസിൻ്റെ ഒരു ഫാക്ടറി ഉണ്ട്, അവിടെ പോയിട്ട് 1 ടൺ ക്ലോറിൻ വാങ്ങുന്നു. നേരെ കൊണ്ടുവന്ന് ഇത് ഫ്രണ്ടിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ട് ചെറിയ ക്യാനിലോട്ടാക്കി വെച്ചിട്ട് നേരെ അന്ന് മുതൽ റൂട്ടിലോട്ട് ഇറങ്ങുവാണ് മാർക്കറ്റിങ്ങിനായിട്ട്. അത് വലിയൊരു കോമഡിയാ. നമുക്കിപ്പോൾ കെമിക്കൽസിനെ പറ്റി അറിയത്തില്ല. അപ്പം ഞാനും വേറൊരു ഫ്രണ്ടും കൂടിയാണ് മെയിനായിട്ട് സെയിൽസിന് ഇറങ്ങുന്നത്. സെയിൽസും അറിയത്തില്ല. ബിടെക് കഴിഞ്ഞ് നേരെ ഇറങ്ങിയിട്ടുള്ളൂ. നേരെ ഇറങ്ങി നെക്സ്റ്റ് മന്ത് ബിടെക് കഴിഞ്ഞ് അതേ തൊട്ടടുത്ത വീക്ക് എൻ്റെ സിസ്റ്ററുടെ വെഡിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇറങ്ങുന്നതാണ്. നമുക്ക് സെയിൽസ് അറിയില്ല, കെമിക്കൽസ് എന്താണെന്ന് അറിയില്ല, വാട്ടർ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഓരോ ഫ്ലാറ്റിൽ ചെന്നിട്ട് അവിടുത്തെ കെയർ ടേക്കറിനെ കാണണം. കെയർ ടേക്കറിനെ കാണുമ്പോൾ ഞങ്ങൾ ആകെ അറിയുന്നത് ക്ലോറിൻ ഉണ്ടെന്ന് മാത്രമാണ്. പിന്നെ HCl ഉണ്ട്, അങ്ങനെ 1-2 കെമിക്കൽസ് ഇതിന് യൂസ് ചെയ്യുമെന്ന് ഈ ഫ്രണ്ടിന്റെ ബ്രദർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ അവിടെ ചെന്ന് ഓരോ ഫ്ലാറ്റിലും ചെല്ലുമ്പോൾ അവർ യൂസ് ചെയ്യുന്ന
കെമിക്കൽസിന് പല പല പേരൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കും, ഇതെന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഞങ്ങൾ കെമിക്കൽസ് വാങ്ങി നെക്സ്റ്റ് ഡേ ഇത് സ്റ്റാർട്ട് ചെയ്തതാണ്. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൽ കോള് കണക്ട് ചെയ്തിടും. ഒക്കെ ആയിട്ട് കോള് കണക്ട് ചെയ്ത് ഒരാളുടെ ചെവിയിൽ കോള് കണക്ട് ചെയ്തിട്ട് ഞങ്ങൾ സെയിൽസിന് ഇറങ്ങും. നേരെ ഈ കെയർ ടേക്കർ ഓരോ കെമിക്കൽസിൻ്റെയും പേര് പറയുമ്പോൾ പുള്ളി അവിടെ നിന്ന് പറയും ഇത് ഇന്നതിന് യൂസ് ചെയ്യുന്നതാണ്, ഇന്ന കാര്യങ്ങളാണ്, ഇത് നമുക്ക് ഇത്ര രൂപക്ക് കിട്ടും, ഇത്ര രൂപക്ക് കിട്ടും, ഇത്ര രൂപക്ക് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുമെന്ന് പറയും. ഞങ്ങൾ അതേ രീതിയിൽ അവരോട് സംസാരിക്കും. അപ്പോൾ ഇത് അറിയാത്തവരെ പോലെ സംസാരിച്ച് അപ്പം തന്നെ കിക്ക് ഔട്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾ അറിയാവുന്നവരെ പോലെ തന്നെ അങ്ങനെയാണ് ഫസ്റ്റ് സംസാരിച്ചു തുടങ്ങിയത്. സെയിൽസ് ചെയ്യാൻ പഠിച്ചു. അങ്ങനെ സെയിൽസ് ചെയ്യാനായിട്ട് ഒരു പരിധി വരെ അതിൻ്റെ ഒരു എങ്ങനെയാണ് അതിൻ്റെ ഒരു പരിപാടി. എത്ര വർഷം ചെയ്തു ആ ബിസിനസ്? അത് അധികം നാൾ ചെയ്തില്ല, കോവിഡ് വരെ ചെയ്തുള്ളൂ. ഏകദേശം എത്ര വർഷം ചെയ്തു? ഒരു വർഷത്തിൽ താഴെ പോയിട്ടുള്ളൂ. അപ്പത്തേക്കും കോവിഡ് ഹിറ്റ് ചെയ്തു. 2020 കോവിഡ് ഹിറ്റ് ചെയ്തത്. അതെ, മാർച്ചിലാണ്. ആ ഒരു സമയം കൊണ്ട് എല്ലാ സംരംഭകരെ പോലെ നമ്മളും ബിക്കോസ് നമ്മുടെ സെയിൽസ് മെയിൻ ആയിട്ട് ഫ്ലാറ്റ്സിൽ അപ്പാർട്ട്മെന്റ്സിലാണ്. അപ്പൊ അവരത്രയും കോവിഡ് ടൈമിൽ ഒന്നാമത് ഈ കണ്ടെയ്ൻമെന്റ് സോൺ അത് ഇത് അങ്ങനെ എല്ലാം വരുന്ന സമയത്ത് പുതിയൊരു ടീമിനെ ആരും മീറ്റിങ്ങിനായിട്ട് വിളിക്കത്തില്ല. അപ്പം നമ്മൾ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ നോക്കിയാലും ഡയറക്റ്റ് അങ്ങ് ചെല്ലാൻ നിന്നാലും ക്ലോസ്ഡ് ആണ്, ഇപ്പോൾ മീറ്റിംഗ് അലൗഡ് അല്ല എന്നുള്ള രീതിയിലാണ് പറയാം. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ കുറച്ച് ബാക്ക് ഔട്ട് ചെയ്ത്. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു ഇത്. ഓക്കെ. അപ്പോൾ ആ സമയം കറക്റ്റ് ടൈമാണ്, നമുക്ക് റിസർച്ച് നടത്താൻ ടൈമുണ്ട്, കോവിഡാണ്, എല്ലാവരും വീട്ടിലിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ആ സമയത്താണ് പുതിയ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഇറങ്ങുന്നത്. കുട്ടികളുടെ പ്രൊഡക്റ്റാണെന്ന് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, കുട്ടികളുടെ ഡ്രസ്സാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബിടെക് ചെയ്തു, അത് ഫയർ ആൻഡ് സേഫ്റ്റിയിലാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ബിസിനസ് ചെയ്യുന്നത് വേറൊരു സെഗ്മെൻറ്റ്, അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു സെഗ്മെൻറ്റ്. എഗെയിൻ നമ്മുടെ ഓൺ ബ്രാൻഡിലേക്ക് ഓൺ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ അവിടെ കുട്ടികളുടെ പ്രൊഡക്റ്റാണ് ചൂസ് ചെയ്യുന്നത്. അതെന്തായിരുന്നു അങ്ങനെ ഒരു ചൂസിൻ്റെ കാരണം? അതെ, എനിക്ക് വളരെ ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് കുട്ടികളുടെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ചെയ്യണം, അതായിരുന്നു പണ്ട് മുതലുള്ള ആഗ്രഹം. അത് ക്ലോത്തിങ് ആവണം, ടോയ്സ് ആവണം, അങ്ങനെ ഒരു പിൻ പോയിന്റ് ചെയ്തിട്ടുള്ളൊരു ഡ്രീം എനിക്ക് ഉണ്ടായിരുന്നില്ല. കുട്ടികളുടെ ചെയ്യണം, അതിൽ നിന്നൊരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യണം. അതിന് മെയിനായിട്ട് ഞാൻ കണ്ട ഒരു ഇത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാർക്കറ്റ് സൈസാണ്. പാരൻസ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഇപ്പോൾ ഒരു ടോയ് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞ് വാശി പിടിച്ചാൽ ടോയ് വാങ്ങിക്കൊടുക്കും. അതിന് ടോയ് ആണെങ്കിലും തുടങ്ങാം, ഡ്രസ്സാണെങ്കിലും ഒരു ക്വാളിറ്റിയുള്ള ഡ്രസ്സാണെങ്കിലും ഇവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വാങ്ങി കൊടുക്കും. കുട്ടികളുടെ കാര്യത്തിൽ പാരൻസ് നോ പറയത്തില്ല, ഒന്നും നോ പറയത്തില്ല. ഇപ്പോഴത്തെ പാരൻസ് പ്രത്യേകിച്ച് നോ പറയത്തില്ല, എങ്ങനെയും അവർ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകാൻ എന്നുള്ള രീതിയിൽ. അപ്പം അതുകൊണ്ട് തന്നെയാണ് കുട്ടികളുടെ എന്നുള്ളൊരു തീം ഉണ്ടായിരുന്നത്. ക്ലോത്തിങ്ങിലോട്ട് വന്നത് ഈ ഒരു ടൈമിൽ എന്ത് ചെയ്യണം എന്ന്, കോവിഡ് ടൈമിൽ ഇപ്പോൾ കുട്ടികളുടെ തന്നെ എന്ത് ചെയ്യാം. അപ്പം അങ്ങനെ കുറേ ഇങ്ങനെ റിസർച്ച് ചെയ്തപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് ബ്രാൻഡുകൾ ഉണ്ടെങ്കിലും അവിടെയും ഒരു വേക്കൻറ്റ് സ്പേസ് ഉണ്ട്. നല്ലൊരു പ്രീമിയം ബ്രാൻഡ് എന്നുള്ളൊരു സെഗ്മെൻറ്റിൽ നമുക്ക് ഒരു പുതിയ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്താൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ക്ലോത്തിങ് എന്നുള്ളൊരു സെഗ്മെന്റ് ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം അതാണ്. ക്ലോത്തിങ് ആണ് എൻ്റെ മേഖല എന്ന് സ്റ്റക്ക് ഓൺ ആയി. എന്നിട്ട് നേരെ എന്നാ ചെയ്തു? നേരെ വണ്ടി കയറി പഠിക്കാൻ വേണ്ടി പോയോ? ആദ്യം ഞാൻ പേരിട്ടു. ആദ്യം ബാബിൾ ടൈം. ഓക്കെ. TYM. ഓക്കെ. കുട്ടികൾക്ക് ബാബ്ലിംഗ്, കുട്ടികൾക്ക് കലവില കൂട്ടുക, ആഘോഷിക്കുക, അതിനുള്ളൊരു നേരം വന്നു എന്നുള്ള രീതിയിലാണ് ആ ഒരു ബാബിൾ ടൈമിലോട്ട് ഞാൻ എത്തുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ ഒരു ബ്രദറിൻ്റെ ഫ്രണ്ട് പറഞ്ഞു ലൂധിയാനയിലാണ് ടെക്സ്റ്റൈൽ മാർക്കറ്റ് നല്ല രീതിയിലുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ ഇതിൻ്റെ റിസർച്ച് ടൈമിലാണെങ്കിലും പല പല പേരുകൾ, തിരുപ്പൂർ കേട്ടിട്ടുണ്ട്, ബാംഗ്ലൂർ കേട്ടിട്ടുണ്ട്, മുംബൈ കേട്ടിട്ടുണ്ട്, ബംഗ്ലാദേശ് കേട്ടിട്ടുണ്ട്, കൊൽക്കത്ത കേട്ടിട്ടുണ്ട്, അങ്ങനെ ലുധിയാന കേട്ടിട്ടുണ്ട്, ഡൽഹി കേട്ടിട്ടുണ്ട്. അപ്പം ഡൽഹി ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഹബ്ബാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഡൽഹി പോയിട്ട് ഡൽഹിയിൽ നിന്ന് ഞാൻ ലുധിയാന പോയി. അവിടെ ഒരു 2 വീക്സ് അവിടെ. അടുത്തിടക്കണ തിരുപ്പൂരിനെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല? ഇല്ല, ആദ്യം കുറച്ച് ദൂരോട്ട് തന്നെ ആവാന്ന് വിചാരിച്ചു. നമ്മൾ ഒരു മൾട്ടിനാഷണൽ ലെവലിലേക്ക് കമ്പനി വളർത്താനാണല്ലോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ മാർക്ക് ഒരാൾ എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്യാൻ ചെയ്തു, ഇങ്ങനെ ലുധിയാന ഉണ്ട്, ആളുടെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട്, അങ്ങനെ കണക്റ്റും ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒട്ടും പരിചയമില്ലാത്തൊരു സ്ഥലത്തോട്ട് പോകണതിനും അവിടെ ഒരാളുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് സേഫ് സോൺ അങ്ങടാണ്, ദൂരെ ആണെങ്കിലും അത് ചിന്തിക്കും. അപ്പോൾ എനിക്ക് ഭാഷയൊന്നും അറിയില്ല, ഹിന്ദിയൊന്നും അറിയില്ല. നേരെ വണ്ടി പിടിച്ച് ലുധിയാനക്ക് പോയി. അപ്പോൾ ഈ ലുധിയാന ഈ സമയത്ത് നമ്മുടെ കയ്യിൽ ഫണ്ട് വേണം. ഈ ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്തി? ഈ ഫണ്ട് കുറച്ച് ഫണ്ട് ഞാൻ ആ മുന്നേ ചെയ്ത ആ ബിസിനസ് കുറച്ച് ഉണ്ട്, പിന്നെ എൻ്റെ പാരൻസ്.
വാപ്പച്ചി തന്നു. വാപ്പച്ചി തന്നു. ആള് ഭയങ്കര സപ്പോർട്ടാണ്. ബിസിനസ് തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ മുതൽ തുടങ്ങിക്കോ, എന്തായാലും പുതിയതെന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് ആൾ തന്നെയാണ് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ അപ്പോൾ അങ്ങനെ ആ ഒരു ഫണ്ട് വെച്ചിട്ടാണ് എന്നാലും മാക്സിമം സേവ് ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ LPU പഞ്ചാബ് അവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനന്ന് നാട്ടിലാണ്. ആ സമയത്ത് കോവിഡ് കഴിഞ്ഞ ആ ഒരു ടൈമാണ്. അപ്പോൾ അവൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. അപ്പോൾ അവർ താമസിക്കുന്ന റൂമിൽ അങ്ങനെ താമസിച്ച് അങ്ങനെയൊക്കെയാണ് ഇവരായിട്ട് കണക്ട് ചെയ്ത് പോയി കാണുന്നതെല്ലാം. ലുധിയാന എന്ത് പഠിപ്പിച്ചു? ലുധിയാന പഠിപ്പിച്ചത്, ലുധിയാന ഞാൻ വിചാരിച്ചൊരു മാർക്കറ്റേ അല്ല. അത് ടെക്സ്റ്റൈൽ മാർക്കറ്റ് ആണെങ്കിലും അവിടെ കണ്ടതും കേട്ടതും എല്ലാം ഞാൻ മനസ്സിൽ കണ്ട ഒരു ക്ലോത്തിങ്ങോ ഒരു ബ്രാൻഡിനോ പറ്റിയൊരു പ്രൊഡക്റ്റ് അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അവിടുന്ന് പോരുമ്പോൾ ആ ഒരു ഇനി എന്ത് ചെയ്യും, ഇനി അടുത്ത മാർക്കറ്റ് തപ്പി ഇറങ്ങാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ തന്നെയാണ് അവിടെ നിന്ന് നാട്ടിലോട്ട് പിന്നെ വരുന്നത്. എന്ത് പറ്റി? കാരണം ഇത്രയും ഹോൾസെയിലേഴ്സ് നടക്കുന്ന അല്ലെങ്കിൽ ഇത്രയും പ്രൊഡക്റ്റ് ഉള്ള ഒരു സ്ഥലമാണ് ലുധിയാന. അവിടെ പോയിട്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവില്ല എന്ന് പറയുമ്പോൾ അതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ. എന്തായിരുന്നു ആ റീസൺ? അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കുട്ടികളുടെ ഒരു ക്ലോത്തിങ് സെലക്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് ഫസ്റ്റ് അന്ന് എനിക്ക് എല്ലാവരെയും പോലെ ഹാൻഡ് ഫീൽ നോക്കാനാണ്. അന്ന് ഞാൻ പോയ ഫാക്ടറികളിലൊന്നും എനിക്ക് ഹാൻഡ് ഫീൽ സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. അത് ഹാൻഡ് ഫീൽ നല്ലതായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് തന്നെയാണ്. പല ഇൻ്റർനാഷണൽ ബ്രാൻഡ്സിനും പ്രൊഡക്ട്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു മാർക്കറ്റ് തന്നെയാണ് ലുധിയാന. എങ്കിലും അവിടെ അത്തരത്തിലുള്ള ഫാക്ടറിയിലോട്ട് അന്ന് എനിക്ക് ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല. ഒരു സ്റ്റാർട്ടറാണ്. അവിടെ എങ്ങനെയാണ് ഇവരെ കണക്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഒരിക്കലും നമുക്ക് പെട്ടെന്ന് ചെന്നിട്ട് ഒരു വലിയൊരു ഫാക്ടറിയിലോട്ട് കണക്ഷൻ കിട്ടത്തില്ല. പിന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ഓരോ മാർക്കറ്റിനും യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് തന്നെ വ്യത്യാസമുണ്ട്. ലുധിയാനയിൽ ഒരിക്കലും ഞാൻ കോട്ടൺ കണ്ടിട്ടില്ല. അവിടെ മെയിനായിട്ട് PC, പോളിസ്റ്റർ കോട്ടൺ മിക്സ്, അല്ലെങ്കിൽ പോളിസ്റ്ററിൻ്റെ പല രീതിയിലുള്ള ബ്ലെൻസും കാര്യങ്ങളും മെയിനായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നത് ലുധിയാനയിലാണ്. അപ്പോൾ ഈ ഫാബ്രിക്സാണ് ഞാൻ കൂടുതൽ കണ്ടത്. അപ്പോൾ എനിക്കിതിനെപ്പറ്റി സെർച്ച് ചെയ്യാൻ അറിയില്ലെങ്കിലും ഓഫ്കോഴ്സ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും, പോളിസ്റ്റർ കുട്ടികൾക്ക് നല്ലതാണോ, പോളിസ്റ്റർ കോട്ടൺ കുട്ടികൾക്ക് നല്ലതാണോ. അപ്പോൾ അത് ഓൾറെഡി നാട്ടിലുള്ള പ്രൊഡക്റ്റാണ്, നാട്ടിൽ പല ബ്രാൻഡുകളും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നാൽ അത് അത്ര നല്ലതല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ അറിഞ്ഞത്. അപ്പം ഞാൻ പിന്നെ അവിടെ നിന്ന് ഒരു 2 വീക്സ് കഴിഞ്ഞപ്പോഴേക്കും തിരിച്ചു പോന്നു. അടുത്ത മാർക്കറ്റ് പിന്നെ എവിടേക്ക് പഠിച്ചു? അടുത്ത മാർക്കറ്റ് തിരുപ്പൂര്. നമുക്ക് അടുത്ത് കിടക്കുന്ന സ്ഥലത്തെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. ഇവിടുന്ന് ഒരു 4-5 മണിക്കൂർ പോയാൽ മതി. അപ്പോൾ തിരുപ്പൂർക്ക് പോയി. ആദ്യം തിരുപ്പൂർക്ക് പോയി. അത് തിരുപ്പൂർ പോകുന്നത് ഫസ്റ്റ് തന്നെ എൻ്റെ മദർ ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ട്. അപ്പോൾ ഒരു കമ്പനി അവരുടെ ഒരു പ്രോഡക്റ്റ് നല്ല ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റാണ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് വീഡിയോ ഉണ്ട്. അത് ആ മാർക്കറ്റിലൊന്ന് ചെന്ന് നോക്കാൻ പറഞ്ഞിട്ട് അങ്ങനെയാണ് പോയി നോക്കുന്നത്. അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും മോശമായിട്ടുള്ള ക്ലോത്തിങ് ആണ് അവിടെ കണ്ടത്. അന്ന് എനിക്ക് ക്ലോത്തിങ്ങിനെ പറ്റി അറിയില്ലെങ്കിൽ പോലും വളരെ മോശമായിട്ടുള്ള പ്രോഡക്റ്റ് മനസ്സിലായി. അത് നമ്മൾ ചെന്നിറങ്ങുന്നത് തന്നെ ഖാദർപേട്ട് എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റിലോട്ടാണ്. ആ സ്ട്രീറ്റിലുള്ളൊരു ഷോപ്പായിരുന്നു അത്. അത് വളരെ ക്വാളിറ്റി കുറവായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഒരു തമിഴ് ആള് തന്നെ പറഞ്ഞു, അവർ ഏജൻറ്റ് പോലെ ഇങ്ങനെ വർക്ക് ചെയ്യും അവിടുത്തെ ആൾക്കാർ. ഇങ്ങനെ ഫാക്ടറികളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സിൻ്റെ സ്റ്റോഴ്സ് ഹോൾസെയിലേഴ്സിനെ കണക്ട് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ പുതിയതായിട്ട് ഒരാൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈ ഖാദർപേട്ട് മാർക്കറ്റ്. അപ്പോൾ ഇവിടുന്ന് വന്ന് ഇറങ്ങുന്ന എല്ലാവർക്കും ഇവരിങ്ങനെ ഏജൻ്റായിട്ട് വന്ന് കണക്ട് ചെയ്യും. ഒന്നും അറിയാത്തത് കൊണ്ട് ഞാൻ ഓക്കെ ഒരു ഡേ 500 രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ഞാനും ആളുടെ കൂടെ പോയി. ഒരു ഗൈഡിനെ എടുത്ത് അതെന്നെ പറയാം. അങ്ങനെ കുറേ മാർക്കറ്റിൽ കുറേ സ്റ്റോറുകളൊക്കെ ഇങ്ങനെ നടന്നു. അപ്പോൾ ഇവർ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വീട്ടിലിട്ട് കുറച്ച് തയ്ക്കുന്ന പരിപാടി അത് കാണിച്ചു തന്നു. പിന്നെ അത് കൂടാതെ കുറച്ച് സർപ്ലസ് സ്റ്റോഴ്സ് കാണിച്ചു തന്നു. ഇതിലൊന്നും എനിക്ക് അങ്ങോട്ട് തൃപ്തി വന്നില്ല. അപ്പൊ ഞാൻ ഒരു ഉള്ളിൽ നമുക്ക് ആ ഒരു സ്പാർക്ക് കിട്ടുന്നില്ല തന്നെ. അപ്പം ഞാൻ പയ്യെ തിരിച്ചു പോന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അന്ന് ബ്രദറിലോക്ക് നമുക്കൊരു സൈൻ മേക്കിംഗ്, അതിൻ്റെ സൈൻ ബോർഡ്സിൻ്റെ എല്ലാം ഒരു സ്റ്റോറുണ്ട് ഇവിടെ ആലുവയിൽ. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നത് 2 തമിഴ് പയ്യന്മാരുണ്ട്. അത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നതാണ്. അപ്പോൾ അതിലൊരു പയ്യൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ തിരുപ്പൂർ വല്ല കണക്ഷൻ ഉണ്ടോ? അപ്പോൾ ഇവർ വെല്ലൂരാണ്, ചെന്നൈ അടുത്തിട്ടാണ്. അപ്പോൾ രണ്ടും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്, എന്നാലും തമിഴാണല്ലോ, എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചപ്പോൾ ഒരാളുടെ ഫ്രണ്ട്
തിരുപ്പൂർ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുടെ കോൺടാക്ട് എന്നെ ഒന്ന് വിളിച്ചൊന്ന് കണക്ട് ചെയ്ത് തരാൻ പറഞ്ഞു. വിളിച്ച് കണക്ട് ചെയ്തു. ആളുടെ കോൺടാക്ട് വാങ്ങി ഞാനും ഫ്രണ്ടും കൂടി ബൈക്ക് എടുത്തിട്ട് വീണ്ടും തിരുപ്പൂർ പോയി. ഒരാഴ്ച അവിടെ ചെന്ന് നിൽക്കാന്നുള്ള രീതിയിൽ തന്നെ പോയി. അങ്ങനെ ഈ ഖാദർപേട്ടിൻ്റെ ഉള്ളിൽ അപ്പം ഈ പയ്യൻ അന്നേ ദിവസം ഞാൻ ചെല്ലണ ദിവസം അവൻ എന്തോ എമർജൻസി ആയിട്ട് അവൻ നാട്ടിലേക്ക് പോയി. അപ്പോൾ ഇവൻ അവിടെ ഇല്ല. അവിടെ ചെന്നിട്ട് റൂംസിനൊക്കെ നോക്കുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലിയാണ്. കാരണം അവിടെ വരുന്നത് മുഴുവൻ ബിസിനസ്സുകാരാണ് തിരുപ്പൂർ. അപ്പോൾ എല്ലാ റൂംസിനും ഭയങ്കര കോസ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ പയ്യൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞപ്പോൾ ഇവൻ്റെ സാറ് വന്നിട്ട് പറഞ്ഞു, തിരുപ്പൂർ ടവർ എന്ന് പറഞ്ഞിട്ടൊരു ലോഡ്ജ് ഉണ്ട് ഈ ഖാദർപേട്ട് സ്ട്രീറ്റിൻ്റെ അകത്ത് തന്നെ. ആ ലോഡ്ജിൽ ചെന്ന് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവിടെ എന്നാലും ഒരു ലോഡ്ജ് സംബന്ധിച്ച് അത് വലിയൊരു റേറ്റ് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു റൂമിന് 1300 1500 റുപ്പീസിൻ്റെ ആ ഒരു റേഞ്ച് എന്നാലും വന്നു ഡെയിലി. അപ്പോൾ അവിടെ ചെന്ന് താമസിച്ചോളാൻ പറഞ്ഞു. അതാണ് അവിടെ ഞാൻ കണ്ടതിൽ ഏറ്റവും ചീപ്പായിട്ട് അന്ന് ഞാൻ കണ്ടത്. അന്ന് നമുക്ക് കൂടുതൽ അറിയാമില്ല, എവിടെ ഇതിനും കുറവ് കിട്ടുമോ എങ്ങനെയാണെന്ന് അറിയത്തുമില്ല. നേരെ അവിടെ ചെന്ന് അവിടെ താമസിച്ചു. ഇപ്പം ഇവർ പറഞ്ഞ ഫാക്ടറികളിലെല്ലാം പോയി. അവിടെ ചെന്നിട്ടാണെങ്കിലും ക്വാളിറ്റി തീരെ തൃപ്തിയായില്ല. അപ്പോൾ ഞാനപ്പോൾ ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ അവിടെ ഓൾമോസ്റ്റ് ഒരു 50-60% സ്റ്റോഴ്സും ഹോൾസെയിലേഴ്സും മലയാളികളാണ്. അവിടെ 1-2 മലയാളീസിനോട് ഇങ്ങനെ സംസാരിച്ചു. കാണുന്നവരോടൊക്കെ ഇങ്ങനെ സംസാരിക്കും. ആ ഒരു ഇതുണ്ട്, ഇങ്ങനെ പെട്ടെന്ന് സംസാരിച്ച് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ അങ്ങനെ സംസാരിച്ച് ഞാൻ ഇങ്ങനെ 1-2 പേരോട് ഇങ്ങനെ പറഞ്ഞു വെച്ചു. എന്നിട്ടും അപ്ഡേറ്റ് ഒന്നും കിട്ടാതായി. ഞങ്ങൾ ഈ ലോഡ്ജിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് നാട്ടിലേക്ക് പോരുന്നതിൻ്റെ തലേ ദിവസം ഒരു മലപ്പുറം അവിടെ ഉള്ള ഒരു ഇക്കാനെ പരിചയപ്പെട്ടു. ആളവിടെ റിസപ്ഷനിൽ വന്ന് ഈ ലോഡ്ജിൽ റൂം എടുക്കാൻ വന്നേക്കുവാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിക്കുന്ന കേട്ടിട്ട് മലയാളികളാണോ എന്ന് സംസാരിച്ചു. ഓഫ്കോഴ്സ് 2 മലയാളികൾ സംസാരിക്കുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെ നല്ലൊരു ക്ലോത്തിങ് തുടങ്ങാനാണ്. ഒരു രക്ഷയില്ല, നല്ലൊരു ഫാക്ടറി കാണുന്നില്ല. കാരണം നമ്മുടെ വിചാരം തിരുപ്പൂർ ഈ സെൻട്രലാണ് ഫാക്ടറികൾ മുഴുവൻ എന്നാണ്. ഇതൊരു മാർക്കറ്റ് മാത്രമാണ്. ഇവരുടെ ഫാക്ടറികൾ മുഴുവൻ ഔട്ട്സ്കേർട്സിലോട്ടാണ്. ഇങ്ങോട്ട് ഇത് ഔട്ട്സ്കേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ എടപ്പള്ളി വന്നിട്ട് ഔട്ട്സ്കേർട്സ് എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് എവിടം വരെയൊക്കെ നമുക്ക് പോകാൻ പറ്റും. അതേപോലെ തന്നെ പല രീതിയിൽ എങ്ങോട്ട് പോകാനും നമുക്കൊരു ഐഡിയ ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ സ്റ്റക്കായി നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ആളിങ്ങനെ പറഞ്ഞ, ആളുടെ ഒരു ഫ്രണ്ടിന് ഫാക്ടറി ഉണ്ട്, കുറച്ച് ദൂരെയാണ്, ഞാൻ വിളിച്ച് കണക്ട് ചെയ്ത് തരാം, മലപ്പുറംകാരൻ തന്നെയാണ്, ചെന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് ആളായിട്ട് സംസാരിച്ചു. അപ്പോൾ ആളാണ് ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ഹോൾസെയിൽ ബിസിനസ് നടക്കുന്നത് എങ്ങനെയാണ്. അന്ന് ഹോൾസെയിൽ ബിസിനസ്സാണ് ആൾ എനിക്ക് പറഞ്ഞു തരുന്നത്. നമ്മളൊരു ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ്റെ 3 ടൈം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അതിൽ ഫസ്റ്റ് പ്രൊഡക്ഷൻ വന്ന് അത് റൂട്ടിൽ പോകുമ്പോൾ ആ എമൗണ്ട് നമുക്കവിടെ സ്റ്റക്കാവും, ക്രെഡിറ്റ് ആയിട്ട് പോകും. അപ്പോൾ സെക്കൻഡ് പ്രൊഡക്ഷൻ പോകും, അതിന് നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ഇതിൻ്റെ ഫണ്ട് വരും. ഇതിൻ്റെ ഫണ്ട് പിന്നെയും ഡിലേ ആവും. ഈ പ്രൊഡക്റ്റ് അപ്പോഴേക്കും നമ്മൾ വീണ്ടും മാർക്കറ്റിൽ ഇറക്കുമ്പോഴേ ഇതിൻ്റെ ഫണ്ട് വരുള്ളൂ. അപ്പോഴേക്കും തേർഡ് എമൗണ്ട് വീണ്ടും നമ്മൾ പ്രൊഡക്ഷൻ ഇട്ടേക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ഒരു ചില്ലറക്കളി അല്ല എന്ന് മനസ്സിലായി. ആ കാര്യങ്ങളൊക്കെ എനിക്ക് അന്നാ പറഞ്ഞു തരുന്നത്. അങ്ങനെ ഞാൻ എന്നിട്ട് ഓക്കെ, ഏകദേശം ഇപ്പോൾ ഒരു ഫാക്ടറി എങ്കിലും കിട്ടിയല്ലോ. ആ ഒരു ആളെയും കിട്ടി. ആ ഒരു സന്തോഷത്തിൽ നേരെ റൂമിലോട്ട് വന്ന് റൂമിൽ നിന്ന് ഇറങ്ങാൻ പോകുമ്പോഴേക്കും ഞാൻ മുന്നേ ഈ സ്ട്രീറ്റിൽ കണ്ട് പരിചയപ്പെട്ട ഒരു മലയാളി ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ റൂമിലുണ്ടോ പോയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പോയിട്ടില്ലേക്കാ, പോകും, ഇന്ന് തന്നെ പോകുന്നവരെ പറഞ്ഞു. ആളുടെ ഒരു ഫ്രണ്ട്, ഒരു തമിഴ് ആളുടെ ഒരു ഫാക്ടറിയിൽ ഒരു ബാംഗ്ലൂരിൽ നിന്ന് ഒരു ലേഡി വന്നിട്ടുണ്ട്. ഈ ക്ലോത്തിങ്ങിലെല്ലാം അത്യാവശ്യം റിസർച്ചും എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന ആളാണ്. നിനക്ക് ചിലപ്പോൾ പറ്റും, പുതിയ തരം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ് നീ നോക്കി കിടക്കണമല്ലോ, പോയി നോക്കാം, നമുക്കൊന്ന് പോയി കണക്ട് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ എന്താണെങ്കിലും ഇതിനകത്തെ കുറിച്ച് പഠിക്കാൻ ഇറങ്ങി. ഒരു ദിവസം 2 ദിവസം കൂടുതൽ എന്നാലും കുഴപ്പമൊന്നുമില്ല. നേരെ അങ്ങോട്ട് പോയി ആ ഫാക്ടറി ചെന്നപ്പോൾ അവിടെ ഒരു ലേഡി ബാംഗ്ലൂരിൽ നിന്ന്, പുള്ളിക്കാരി ആയിട്ട് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് ഇങ്ങനെ പുതിയൊരു കോൺസെപ്റ്റ് പറഞ്ഞു, സസ്റ്റൈനബിൾ ക്ലോത്തിങ് എന്നൊരു കോൺസെപ്റ്റ് പറഞ്ഞു. സസ്റ്റൈനബിൾ ക്ലോത്തിങ്, ഓക്കെ. അപ്പോൾ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞ ടേം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിങ്ങനെ ബൂം ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. നമ്മളൊക്കെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന സസ്റ്റൈനബിൾ പ്രൊഡക്റ്റ്. അപ്പോൾ സസ്റ്റൈനബിൾ ക്ലോത്തിങ് എന്ന് കേട്ടപ്പോൾ ടെക്സ്റ്റൈൽസിൽ സസ്റ്റൈനബിൾ ക്ലോത്തിങ്ങോ ആ ഒരു ഇതിൽ ഞാൻ ഇവരായിട്ട് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് പോന്നു. പിന്നെയും ഫോൺ കോൾസിലൂടെ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഇവരുടെ ഫാക്ടറി ഉണ്ട്, ഈ ലേഡിയുടെ ഫാക്ടറി ഉണ്ട് ബാംഗ്ലൂർ. നേരെ ബാംഗ്ലൂർക്ക് പോയി. ബാംഗ്ലൂർ പോയി പിന്നെ ഞാൻ എല്ലാ മന്ത്ലി ഒരു 1 വീക്ക് എല്ലാം ബാംഗ്ലൂർ തന്നെ എങ്ങനെയാണ് അസോസിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു.
കാരണം കുറച്ച് പുതിയ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. സോ ഷീ നോസ് ഇറ്റ്. ഇതിനകത്ത് കുറച്ച് നല്ല എന്തായാലും എന്നേക്കാളും വളരെയധികം അറിവുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, അറിവുണ്ട്. എനിക്കാണെങ്കിൽ ബേസ് ഇല്ല, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്താണ് ക്ലോത്തിങ് എന്താണെന്ന് പഠിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആളുടെ ഫാക്ടറി ചെല്ലുന്നു. ആളുടെ വീടിനോട് ചേർന്ന് തന്നെ ആളുടെ ഒരു പഴയ വീടുണ്ട്, അവിടെ താമസിച്ചോളാൻ പറഞ്ഞു. അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ഇഷ്ടം തോന്നുകയാണ്. നമ്മളൊരു ഹോംലി ഫീലാണ്, സംസാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഈ സസ്റ്റൈനബിൾ ക്ലോത്തിങ്. അപ്പോൾ ഇനീഷ്യലി ഹെം ഫാബ്രിക്, അതിനെപ്പറ്റി ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് അന്നാണ്. ഹെം ഫാബ്രിക് അത് ആക്ച്വലി കാനബീസ് പ്ലാന്റ് എന്ന് ഡെവലപ്പ് ചെയ്യുന്ന ക്ലോത്തിങ് ആണ്. അങ്ങനെ ഒരു ക്ലോത്തിങ് ഉണ്ടാക്കുന്നത് ഞാൻ അന്ന് ആദ്യമായിട്ട് അറിയുന്നത്. കഞ്ചാവിന്റെ ഇതിൽ നിന്ന്. അതിന്റെ തന്നെ അതേ ബ്രീഡിൽ തന്നെ വരുന്ന പ്ലാന്റ് ആണ് കാനബീസ് സറ്റൈവ പ്ലാന്റ്. ഓക്കെ, അതിൽ നിന്ന് ക്ലോത്ത് ഉണ്ടാക്കും. അത് ആക്ച്വലി ഹൈലി ബ്രീതബിൾ ആണ്. സസ്റ്റൈനബിൾ ഫാബ്രിക്സിൽ തന്നെ എക്സ്ട്രീംലി കോസ്റ്റ്ലിയും ഏറ്റവും ലക്ഷറിയസ് ആൻഡ് പ്രീമിയം ആയിട്ടുള്ള ഫാബ്രിക് ആണ്. അപ്പോൾ ഇത് ഫാബ്രിക് ഭയങ്കര കോസ്റ്റ്ലിയാണ്, പക്ഷേ ഇതിൻ്റെ നല്ല വെൻഡേഴ്സിനെ കിട്ടണം. അപ്പോൾ പിന്നെ ആൾക്കും അതിൻ്റെ വെൻഡേഴ്സിന് അധികം കണക്ഷൻ ഇല്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഇതിൻ്റെ വെൻഡേഴ്സിനെ കണക്ട് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ആൾ തന്നെ ഇതിൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തു. ഫാബ്രിക് നമ്മുടെ ഇഷ്ടത്തിന് ഡൈ ചെയ്തു. എല്ലാ രീതിയിലും നമ്മൾ ഫാബ്രിക് ഇൻ ഹൗസ് എടുത്തു. ഇത് തന്നെ ഓൾമോസ്റ്റ് ഒരു 1 year അടുപ്പിച്ചെടുത്തു ഈ പ്രോസസ്സ്. ഇത്രയും പ്രോസസ്സ് ചെയ്യാൻ 1 വർഷം എടുത്തു. ഓക്കെ. എന്നിട്ട് നമ്മൾ ഫാബ്രിക് വന്നു, ഇനി പ്രൊഡക്ഷൻ. അപ്പോൾ ഒരു ഡിസൈനറുടെ സഹായത്തോടു കൂടി നമ്മൾ കുറച്ച് ഡിസൈൻസ് ഡെവലപ്പ് ചെയ്തു. ഞാനും ആളുടെ കൂടെ ഇരുന്നിട്ട് ഇല്ലുസ്ട്രേറ്ററൊക്കെ യൂസ് ചെയ്ത് ഫാഷൻ ഡിസൈനിങ് എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റിൻ്റെ പാറ്റേൺ ഡെവലപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡിസൈൻ ഡെവലപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ. ഇപ്പോൾ എനിക്ക് തനിയൊരു ചെറിയൊരു ഡിസൈനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ബേസിക് വേണ്ട കാര്യങ്ങൾ പഠിച്ചു വെച്ചു. അങ്ങനെ ഡിസൈൻസ് ഉണ്ടാക്കി പ്രൊഡക്ഷൻ ചെയ്തു. അതും കുറച്ച് ടൈം എടുത്തു. കാരണം ഞാൻ അന്ന് ഓർഡർ ചെയ്യുന്ന കുറച്ച് പീസാണ്. നമ്മൾ ഓൺലൈനിലാണ് ഇത് സെല് ചെയ്യാനായിട്ട്. അപ്പോൾ ബൾക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് വിറ്റ് പോകാനായിട്ടുള്ള ടൈം എടുക്കും. പിന്നെ നമ്മുടെ ഫണ്ടും വലിയ കാര്യമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പ്രൊഡക്ഷൻ ഇത് ടൈം എടുത്തിട്ടാണെങ്കിലും ഈ പ്രൊഡക്ട്സ് ഹൈ ക്വാളിറ്റിയിൽ വരണം എന്നുള്ള വാശിയിൽ കുറച്ച് ടൈം സമാധാനത്തിൽ അങ്ങ് പോട്ടെ എന്നുള്ള രീതിയിൽ ക്ഷമ കുറച്ച് അധികം കാണിച്ച്. എത്ര വർഷം എടുത്തു ഇതെല്ലാം കൂടി ആയി വന്നപ്പോഴേക്കും? 1.5 കൊല്ലം. 1.5 കൊല്ലം എടുത്തു. 1.5 കൊല്ലത്തിൽ ഫസ്റ്റ് ബാച്ച് പ്രൊഡക്ട്സ്. 1.5 കൊല്ലം വേണ്ടി വന്നു പ്രൊഡക്റ്റ് ഐഡന്റിഫൈ ചെയ്ത് ഡിസൈൻ ചെയ്ത് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട്. ഐ മീൻ ഒരു കുട്ടി ഉടുപ്പ് ഉണ്ടാക്കാനായിട്ട് 1.5 വർഷം എടുത്തു. ഓക്കെ. ആദ്യത്തെ ബാച്ച് പ്രൊഡക്റ്റ് ഇൻ ഹൗസ് വന്നു, പെട്ടി പൊട്ടിച്ചു, പണിവാളി എല്ലാം. ഇപ്പോൾ 100 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ 99 പ്രൊഡക്റ്റും ഡാമേജ്ഡ്. അയ്യോ, അതെന്താ? അത് ആക്ച്വലി നമ്മളൊരു ക്വാളിറ്റി കൺട്രോളോ ക്വാളിറ്റി ടെസ്റ്റിങ്ങോ ചെയ്യാൻ അറിയാവുന്ന ഒരാളല്ല ഞാനെങ്കിൽ പോലും എനിക്കായിട്ട് ഡ്രസ്സ് വാങ്ങിയുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു പാൻ്റ് ആണെങ്കിൽ ആ പാൻറ്റിൽ ഒരു ലെഗിന് ലെങ്ത്ത് കൂടുതലും ഒരു ലെഗിന് ലെങ്ത്ത് കുറവും. ഇപ്പോൾ ഒരു ഷർട്ട് ആണെങ്കിൽ അതിൻ്റെ പകുതി ബട്ടൺസ് ഇപ്പറേ എങ്ങനെയാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്തതെന്ന് പോലും എനിക്കറിയത്തില്ല. അത്രയും കംപ്ലീറ്റ് ഡാമേജ്ഡ് ആയിട്ട്. പിന്നെ എൻ്റെ ബ്രാൻഡിൻ്റെ ലോഗോ തലയിരിച്ച് വെച്ചിട്ട് കുറേ പ്രൊഡക്ട്സിൽ അങ്ങനെ. അപ്പോൾ ഈ ലേഡിയുടെ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്നല്ല ഇത് വരുന്നത്? പ്രൊഡക്ഷൻ ഹൗസിലാണ് എന്നാണ് അന്ന് വരെ ഞാൻ അറിഞ്ഞത്. ആക്ച്വലി ഈ ലേഡിക്ക് സ്വന്തമായിട്ടൊരു പ്രൊഡക്ഷൻ ഹൗസ് അന്ന് ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ആക്ച്വലി നമ്മുടെ ഒരു നൈസായിട്ട് നമ്മളിത് പറ്റിച്ചു, മായായിരുന്നു. നമ്മുടെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പ്രൊഡക്ട്സ് ആയിട്ട് ഞാനും ഫ്രണ്ടും കൂടി വീണ്ടും ബാംഗ്ലൂർക്ക് ട്രെയിൻ കയറി. അപ്പോൾ നമ്മുടെ ഇത് എത്ര ലക്ഷം രൂപ നഷ്ടപ്പെട്ടു? 5 to 6 lakhs. 6 ലക്ഷം രൂപ ടോട്ടൽ നഷ്ടപ്പെട്ടു. അതുകൂടാതെ 1.5 വർഷത്തെ സമയം നഷ്ടപ്പെട്ടു. ആ സമയത്ത് കയ്യിലുണ്ടായിരുന്ന കാശും നഷ്ടപ്പെട്ടു. മൊത്തത്തിൽ നഷ്ടപ്പെട്ടു. വാപ്പ തന്ന കാശാണ്, അത് വിജയിച്ച് കാണിക്കാൻ പറ്റിയില്ല, അത് പോയി. അപ്പോൾ എന്നിട്ട് തിരിച്ചു പോയി. അവിടെ ചെന്ന് അവരുടെ ഫാക്ടറി ആണെന്ന് പറഞ്ഞന്ന് കാണിച്ച ഫാക്ടറിയിൽ നിന്ന് ചെയ്യിപ്പിക്കാനൊക്കെ നോക്കി, വീണ്ടും ചെയ്യിപ്പിച്ചു. ഫുൾ ടൈം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു 3-4 days കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നാട്ടിലോട്ട് പോന്നു. വീണ്ടും ഫൈനൽ ബാച്ച്, ഫസ്റ്റ് ബാച്ച് വന്നത് കൂടാതെ കുറച്ചും കൂടി പ്രൊഡക്ട്സ് ഉണ്ടായി. ഫൈനൽ ബാച്ചായിട്ട് വീണ്ടും വന്നു, അതിലും കംപ്ലീറ്റ് ഡാമേജ്ഡ്. അപ്പോൾ ഞാൻ പിന്നെ ഇവർക്കെതിരെ മൂവ് ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെ ഇറങ്ങി തിരിഞ്ഞു. അപ്പോൾ പാരൻസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും പറഞ്ഞു, ആ ഒരു ഇതിലോട്ട് നീങ്ങണ്ട, അങ്ങോട്ട് പോവണ്ട, അതിന് കേസായിട്ട് ഫയൽ ചെയ്ത് പോകണ്ട, അത് നടക്കുന്നതാണെങ്കിലും ബാംഗ്ലൂർ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, എന്താണ് ഏതാണ് ചെയ്യാൻ പറ്റാന്ന് നമുക്കും അറിയത്തില്ല. ഇത്രയും നമ്മൾ ട്രസ്റ്റ് ചെയ്ത് ഇത്രയും ഒരു ഹോംലി ഫീൽ ചെയ്യുന്ന ഒരാൾ നമ്മളെ പറ്റിക്കുന്ന പ്രതീക്ഷ നമുക്കില്ല. അതെ,
അപ്പോൾ സമയത്ത് എന്ത് തോന്നി? കാരണം നമ്മളിങ്ങനെ ഭയങ്കര പ്രതീക്ഷയോടെ നമ്മളൊരു കൊച്ചിനെ എന്താ പറയാ, എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മളൊരു കുഞ്ഞിനെ ലേബർ റൂമിൽ നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുപോയി തരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമായിരിക്കും ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ച്. അവരുടെ സർവീസോ പ്രൊഡക്റ്റോ ആദ്യമായിട്ട് ഇറങ്ങുമ്പോൾ അപ്പം അതേ സന്തോഷത്തിലായിരിക്കും നമ്മൾ ആ പെട്ടി പൊട്ടിക്കുന്നത്. അപ്പം അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി? ഇതില് സംഭവം എന്താണെന്ന് വെച്ചാലേ, എനിക്ക് ആ പെട്ടി പൊട്ടിച്ച് അതിൽ ഡാമേജ്ഡ് ആയതിനാലും ആ ലേഡി നമ്മളെ ചതിച്ചല്ലോ എന്നുള്ളൊരു ഇതുണ്ടല്ലോ. കാരണം ആള് എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. ഞാനും ഉമ്മയും ഈ ലേഡിയും പിന്നെ അവിടുത്തെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവർ ഞങ്ങൾ 4 പേരും കൂടി ഇങ്ങനെ ബോട്ടിങ്ങിലൊക്കെ പോയിട്ടുണ്ട്, കൊച്ചി കായലിൽ ബോട്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ട്, ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ 1-2 ദിവസം നമ്മുടെ ഇവിടെ താമസിച്ച് അങ്ങനെയൊക്കെ നിന്നേക്കുന്നതാണ്. അങ്ങനെ ആ ഒരു ഫാമിലി ഫീലായിരുന്നു അവിടെ. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ആൾക്ക് വേറെ എന്തെങ്കിലും ഫിനാൻഷ്യൽ സ്ട്രഗിളിലോട്ട് പോയിട്ട് പറ്റിപ്പോയ മിസ്റ്റേക്ക് ആണോ എന്നും എനിക്കറിയില്ല. പക്ഷേ സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അത് അങ്ങനെ തന്നെ ഞാനൊരു മൊമെൻറ്റോ പോലെ എൻ്റെ ഓഫീസിൻ്റെ സൈഡിൽ, ഓഫീസ് എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് ഓഫീസ് ഉണ്ടായിരുന്ന എൻ്റെ വീടിൻ്റെ താഴത്തെ ഫ്ലോറിൽ ഒരു 2 റൂമാണ് ഞാൻ ഓഫീസായിട്ടും സ്റ്റോക്ക് കീപ്പ് ചെയ്യാനും വെച്ചിരുന്നത്. ഓഫീസ് റൂം പോലെ വെച്ചിരുന്നതിൻ്റെ സൈഡിൽ തന്നെ കംപ്ലീറ്റ് അങ്ങ് സ്റ്റോക്ക് ചെയ്ത് അങ്ങ് വെച്ച്. 6 ലക്ഷം രൂപ, നമ്മുടെ സ്വപ്നങ്ങള്, നമ്മുടെ പ്രതീക്ഷകള്, എനിക്ക് തന്നെ ഒന്ന് കാണാലോ, ഇതിങ്ങനെ ഇരിപ്പുണ്ട്, എനിക്കൊരു പറ്റി എന്നുള്ള രീതിയിൽ അതങ്ങനെ അവിടെ സേഫ് ആക്കി വെച്ച്. പക്ഷെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇല്ല, ആ സമയത്ത് ഇങ്ങനെ പാരന്റ്സ് ചോദിച്ചു ഇനി നോക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു നോക്കണം. എന്താണ് ഇതിനകത്തേക്ക് ഇറങ്ങി തിരിച്ചു നോക്കണം, ഇത് പഠിച്ചിട്ടേ കാര്യമുള്ളൂ തീരുമാനിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? അങ്ങനെ ഞാൻ തിരുപ്പൂർ മാർക്കറ്റിലോട്ട് വീണ്ടും തിരുപ്പൂർക്ക് ഇറങ്ങി, വീണ്ടും പോയി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, അന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കസിന് ടീഷർട്ട് ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു നല്ലൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് പ്രൊഡക്ഷൻ ചെയ്ത് കൊടുക്കുന്നവരുടെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരെ കണക്ട് ചെയ്തിട്ട് നേരെ തിരുപ്പൂർക്ക് പോയി. ഞാൻ അവിടെ ചെന്നപ്പോൾ നല്ല ക്വാളിറ്റി. എന്നാൽ ഇതിൻ്റെ ഓണേഴ്സ് ആണെങ്കിലും എൻ്റെ ഏജിലുള്ള പയ്യന്മാർ എന്ന് പറഞ്ഞാൽ എനിക്കന്ന് 25 ഇയേഴ്സേ ഉള്ളൂ. അന്ന് അവർ അതേ ഏജിലുള്ള 4 പയ്യന്മാർ തുടങ്ങിയിരിക്കുന്ന ഫാക്ടറിയാണ്. നല്ല ക്വാളിറ്റിയിലാണ് അവർ സ്റ്റിച്ച് ചെയ്യുന്നത്. അവരുടെ ക്വാളിറ്റി ടെസ്റ്റിംഗ് ആണെങ്കിലും എല്ലാം ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടാണ്. അപ്പോൾ അവരായിട്ട് ആദ്യം പ്രൊഡക്ഷനില്ല, അവരായിട്ട് സൗഹൃദമാണ് ആദ്യം. ഭയങ്കര ക്ലോസ് ആയി, നല്ല ഫ്രണ്ട്സായി. എനിക്കിങ്ങനെ ഒരു ഡ്രീം ഉണ്ട്, അതിന് കൂടെ നിൽക്കാൻ പറ്റുമെന്ന് വെച്ച് കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു ക്ലോത്തിങ്ങിനെ പറ്റി പഠിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് മുന്നേ അറിയില്ല. ഒന്ന് നമ്മളെ പറ്റിച്ച ഒരാള്, അപ്പൊ നമ്മൾ പിന്നെ പഠിച്ചില്ലെങ്കിൽ വീണ്ടും നമ്മൾ പറ്റിക്കപ്പെടാം. അപ്പം ക്ലോത്തിങ്ങിനെ പറ്റി പഠിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഇവരുടെ ഫാക്ടറിയിൽ ഞാൻ അയണിങ് ഫൈനൽ സ്റ്റേജ് അയണിങ് ചെയ്തിട്ടുണ്ട്. ഫിനിഷിങ്, ഫാബ്രിക് എങ്ങനെ ഫിനിഷ് ചെയ്യും, എങ്ങനെ യാൺ കട്ട് ചെയ്തെടുക്കാം, അങ്ങനെയുള്ള സ്റ്റേജിലെല്ലാം ഞാൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നതുകൊണ്ട് എൻ്റെ പ്രൊഡക്റ്റിൽ ഈ പറഞ്ഞ സ്റ്റേജിലെല്ലാം പക്ക ഡീറ്റെയിൽഡ് ആയിരിക്കും. കാരണം ഇതെല്ലാം നോക്കിയിട്ട് അതല്ലാതെ ഞാനിപ്പോൾ പ്രൊഡക്റ്റ് വെക്കാറില്ല. ഈ സ്റ്റേജ് ഫിനിഷിങ് ആൻഡ് ക്വാളിറ്റി ടെസ്റ്റിങ്ങിൽ ഞാൻ സൂപ്പറായി. അത് കഴിഞ്ഞിട്ട് ഫാബ്രിക് ബെസ്റ്റ് വേണം. അപ്പോൾ ഞാൻ ഡൈയിങ് യൂണിറ്റ്സിൽ പോയി, ഫാബ്രിക് നെറ്റിങ് യൂണിറ്റ്സിൽ പോയി. അങ്ങനെ എല്ലായിടത്തും പോയപ്പോഴാണെങ്കിലും അപ്പോഴാണ് ഞാൻ ക്ലോത്തിങ്ങിൻ്റെ പിന്നിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ മനസ്സിലാക്കണം. അതിലോട്ട് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ ക്ലോത്തിങ് യൂസ് ചെയ്യുന്നത് എല്ലാവരുടെയും കൺമുന്നിൽ അതൊരു ഫാഷനാണ്, ഫാഷൻ ആക്സസറി ആണ്, അല്ലെങ്കിൽ നമ്മുടെ നീഡാണ്. ഇപ്പോൾ ഫാസ്റ്റ് ഫാഷനൊക്കെ വന്നു പെട്ടെന്ന് അന്നന്ന് ഭംഗിയുള്ള ഡ്രസ്സ് ഇടുക, അതാണ്. പക്ഷേ ക്ലോത്തിങ് എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു പ്രിവെൻറ്റീവ് മെഷറാണ്. നമ്മളെ ഇപ്പോൾ പൊടിയിൽ നിന്നാണെങ്കിലും പുറത്തുനിന്നുള്ള എക്സ്പോഷർ, സറൗണ്ടിങ്ങിലുള്ള എന്ത് എക്സ്പോഷറിനാണെങ്കിലും നമ്മളെ ഫസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മുടെ ഡ്രസ്സാണ്. സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഡ്രസ്സ്, അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡ്രസ്സ് ഇടുന്നത്. അപ്പോൾ അതിലാണ് ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് അടങ്ങിയിരിക്കുന്നത്. അതിൽ യൂസ് ചെയ്യുന്ന ഫാബ്രിക്സ് ആണ് ഏറ്റവും ഡേഞ്ചറസ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിക്കുന്നത്. ഇത് കുഞ്ഞുങ്ങളുടെ സ്കിന്നിലോട്ട് വരുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ സ്കിന്ന് നമ്മുടെ സ്കിന്നിനേലും 30 to 40% ലൈറ്ററാണ്. മെലാനിൻ കണ്ടൻറ്റ് അത്രയും കുറവാണ് അവർക്ക്. അപ്പോൾ അവർക്കിത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് ഇത് എത്രത്തോളം കേടുണ്ടാക്കും എന്നുള്ളത് ഞാൻ നോക്കി. അപ്പം ഞാൻ നോക്കുമ്പോൾ മെയിനായിട്ട് ഈ പറഞ്ഞ ടെക്സ്റ്റൈൽസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരുന്നത് യൂറോപ്യൻ കൺട്രീസിലാണ് പിള്ളേർക്ക് അന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UV റേസ്. നമ്മുടെ ഇവിടെ അത്രയും UV ഇൻഡെക്സ് ഹൈ അല്ലായിരുന്നു. ഇന്നിവിടെ ഇപ്പോൾ ലാസ്റ്റ് കേരളത്തിൽ ഈ സമ്മറിൽ 11+ ആണ് ഇന്നത്തെ ദിവസം. ഇന്നിപ്പോൾ വിൻ്റർ ടൈമാണ്, ഇന്ന് 11 ആണ് കേരളത്തിൽ കൊച്ചിയിൽ UV ഇൻഡെക്സ് വരുന്നത്. 11 എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഹൈ ആണ്.
1 to 11+ ആണ്, 1 to 10, 11+, അങ്ങനെയാണ് സ്റ്റഡി വരുന്നത്. ആ 11 ആണ് ഇന്ന് കൊച്ചിയിൽ വരുന്നത്. അപ്പോൾ അത്രയും UV ഇൻഡെക്സ് കയറിയിരിക്കുന്ന സമയമാണ്. മുന്നേ അവിടെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, അത് ഇന്ന് ഇവിടെയും ഉണ്ട്. നമ്മുടെ ഇവിടെ നമ്മൾ ഈ ഉടുപ്പിട്ടാലും നമ്മൾ ഈ UV റേസ് പ്രിവെന്റ് ചെയ്യുന്നില്ല. UV റേസ് ഇത് ഇപ്പോൾ പോളിസ്റ്റർ സിന്തറ്റിക് ഫാബ്രിക്സ് ആണെങ്കിൽ ഈ റേസ് ഇതിൻ്റെ ഉള്ളിലോട്ട് അട്രാക്ട് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൻ്റെയും ഫാബ്രിക്കിൻ്റെ ഇടയിൽ ട്രാപ്പ് ആകും എന്ന് പറയാം. അപ്പോൾ നമ്മുടെ സ്കിന്നെ ഡാമേജ് ആകാൻ തുടങ്ങും. ഈ ഹീറ്റാണ് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ചെയ്യുന്നത്. നമുക്ക് വരുന്ന ഇപ്പോൾ സ്കിൻ അലർജീസ്, ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ പുറത്ത് ഇങ്ങനെ റെഡിനെസ് എല്ലാം കാണും. അതെല്ലാം മെയിനായിട്ടും അവർ ഈ ചൂട് കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഈ പലപ്പോഴും നമ്മുടെ ഈ ഡ്രസ്സിലുള്ള കെമിക്കൽസ് ഇവരുടെ സ്കിന്നിനെ ലൈഫ് ലോങ് ആയിട്ടുള്ള അലർജീസിലേക്ക് പോകുന്നുണ്ട്. എക്സിമ പോലത്തെ അലർജീസ് വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഡ്രസ്സ്, ടെമ്പറേച്ചർ, ഫുഡ്, ഈ മൂന്നും പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇത് പെട്ടെന്ന് വരാം. ഇന്നത്തെ കാലത്ത് ഇനിയും പെട്ടെന്ന് വരാം, കാരണം ഇത്രയും UV റേസ് കയറി വരുന്ന സമയം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഗ്ലോബലി തന്നെ ടെമ്പറേച്ചറിന്റെ റൈസ് നോക്കുകയാണെങ്കിൽ 10 വർഷത്തിൽ 1 ഡിഗ്രി സെൽഷ്യസ് വെച്ച് കൂടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചാണെന്ന് വിചാരിക്കും, പക്ഷെ അത് ഭയങ്കര വലിയ കൂടുതലാണ്. ഇത് കുഞ്ഞുങ്ങൾക്ക് അലർജീസ് ഉണ്ടാക്കുന്നു. അലർജീസിന് ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ ഇല്ല. ഇതിന് ഇനീഷ്യലി പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ബെസ്റ്റ്. ഇതിന് ക്ലോത്തിങ്ങും ഒരു കാരണക്കാരനാണെന്ന് ഞാൻ മനസ്സിലാക്കിയാന്ന്. അപ്പൊ ഞാൻ ഇവിടെ ആ ഫാക്ടറിയിലെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്കൊരു പുതിയ നല്ലൊരു 100% ഓർഗാനിക് ആയിട്ട് ഒരു ഫാബ്രിക് ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ ഈറോഡ് ഒരു പ്രൊഫസർ ഉണ്ട്, പിന്നെ സിട്ര അവരുടെ HOD, അങ്ങനെ ലാബാണ്, ടെക്സ്റ്റൈൽ റിസർച്ച് ലാബാണ്. അങ്ങനെ അവരൊക്കെ ആയിട്ട് കുറച്ച് കണക്ഷനിൽ നിന്ന് പുതിയ ഫാബ്രിക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ പുതിയൊരു ഫാബ്രിക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഇത് ഏത് വർഷം തീരുമാനിക്കുന്നത്? ഇത് 21, 22 സമയങ്ങളിലാണ്. അപ്പൊ ഞാൻ ഫുൾ ടൈം അവിടെ തന്നെയായി. ഞാൻ ഇടക്കാണ് എന്റെ വീട്ടിലുണ്ടാവുള്ളൂ. ഫുൾ ടൈം തിരുപ്പൂരുകാരനായി. തിരുപ്പൂര്, ഈറോഡ്, കോയമ്പത്തൂർ, ഇത് തന്നെയായിരുന്നു എന്റെ പിന്നെ ഒരു ലൈഫ്. ഈ ഒരു പുതിയ ഫാബ്രിക് ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ആ ഇൻഡസ്ട്രിയായിട്ട് ഒരു ബന്ധമില്ല, 2 നമ്മൾ പഠിച്ചത് അതല്ല, 3 ഇങ്ങനെ ഫാബ്രിക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് പോലും നമുക്കറിയില്ല. പിന്നെ എവിടെ നിന്നാ കിട്ടിയ ഒരു ഫാബ്രിക് ഉണ്ടാക്കിയേക്കാമെന്നുള്ളൊരു ധൈര്യം? ഞാൻ ഉണ്ടാക്കിയെടുത്ത കണക്ഷൻസ് ആണ്, എൻ്റെ നെറ്റ്വർക്കാണ്. ഞാൻ ഇപ്പോൾ ഈ പരിചയപ്പെട്ട എല്ലാവരും നല്ല സുഹൃത്തുക്കളായിട്ടാണ് വന്നത്. അപ്പോൾ അവരെല്ലാവരുമാണ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്കിത് സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ പുതിയ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ ഉണ്ടാക്കിയെടുത്ത സംഭവമാണിത്, പുതിയൊരു ഫാബ്രിക്, അങ്ങനെയല്ല. ഇത് ട്രഡീഷണലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടെക്നോളജിയാണ് പണ്ട് കാലങ്ങളിൽ. എന്നാൽ ഇന്നത് അഫോർഡബിലിറ്റി എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് ആരും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ടെക്നോളജീനെ പറ്റിയാണ് ഞങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ നമ്മൾ റോ ഓർഗാനിക് കോട്ടൺ ഫാമേഴ്സിൻ്റെ അടുത്തുനിന്ന് വാങ്ങാൻ തുടങ്ങി. അവിടെ നിന്നും നൂലാക്കി, നൂല് നെയ്യാൻ തുടങ്ങി. അങ്ങനെ ഫാബ്രിക്സ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. പലവട്ടം ഓർഗാനിക് ആയി. പക്ഷെ പലവട്ടം ഡെവലപ്പ് ചെയ്ത് നോക്കണം. കാരണം ഇത് ഒരു ക്ലോത്തിന് മെയിനായിട്ട് വേണ്ട ഒരു ഫീച്ചറാണ് ബ്രീതബിലിറ്റി. ആ ഫീച്ചർ എത്രത്തോളം സക്സസ്ഫുൾ ആകുന്നുണ്ട് എന്നുള്ളത് നോക്കണം. നിങ്ങൾ ഓരോ തവണയും ഓരോ സാധനം ഉണ്ടാക്കി ടെസ്റ്റിന് അയക്കും? ഓരോ തവണയും ടെസ്റ്റിന് അയക്കും. എത്ര തവണ കഴിഞ്ഞിട്ട് അത് സക്സസ് ആയി? അത് ഒരു 8-10 ഫാബ്രിക് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫൈനൽ പ്രോഡക്റ്റ് സക്സസ് ഫെയിലിയർ ആയി. ഇൻ ദ സെൻസ് അതെല്ലാം മാർക്കറ്റിലുള്ള ഒരു ടെക്നോളജി വെച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിന് യാൺ കൗണ്ട്സ് ഉണ്ട്. ഓരോ നൂലിനും ഓരോ കനമുണ്ട്. 50s, 30s, 40s അങ്ങനെ കനമുണ്ട്. അതിൽ ഏത് കനത്തിൽ എത്ര ഗ്യാപ്പിൽ എങ്ങനെ നിറ്റ് ചെയ്താലാണ് ഈ ഫൈനൽ പ്രോഡക്റ്റ് വരിക. അതല്ലാതെ ഇപ്പം മുന്നേ ഉണ്ടായിരുന്ന തുണികളെല്ലാം ഫെയിലിയർ അല്ല, അതെല്ലാം തുണികൾ തന്നെയാണ്, നമ്മുടെ യൂസിന് പറ്റത്തില്ല, നമ്മുടെ കോൺസെപ്റ്റിന് വരില്ല. അപ്പോൾ ബേബീസിന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു രീതിയിലോട്ട് ഈ ഫാബ്രിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഫാബ്രിക്സ് മറ്റുള്ള മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ മറ്റുള്ള ബ്രാൻഡ്സിന് എടുത്തിട്ട് ടീഷർട്ട്സ് എല്ലാം ചെയ്യാൻ പറ്റും. അത് നോർമലി അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി തന്നെയാണ്. ആ ഒരു സ്പേസിങ്ങും കാര്യങ്ങളും അതേ രീതിയിലാണ്. അപ്പം നമുക്ക് മെയിനായിട്ട് ഇതിലുണ്ടായിരുന്ന ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും ബേബീസിൻ്റെ ഫാബ്രിക്സിന് കുറച്ചൊരു സ്ട്രെച്ചിനെസ്സും കാര്യങ്ങളും എല്ലാം വേണം. അതിന് ഇലാസ്റ്റിസിറ്റി വേണം. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇലാസ്റ്റിൻ അല്ലെങ്കിൽ സ്പാൻഡെക്സ് എന്ന് പറയുന്ന അത് പോളിസ്റ്റർ ആണ്, മിക്സ് ആണ്. ഇതില്ലാതെ ഈ ഒരു ഫീച്ചർ ഇതിന് കൊണ്ടുവരണം. അതായിരുന്നു നമ്മുടെ ഇന്നോവേഷൻ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് എത്താൻ എത്ര നാളെടുത്തു? ഒരു 22 ലാസ്റ്റ്. ഓക്കെ.
22 നമ്മുടെ സമയം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. 22 ലാസ്റ്റ് ഫൈനൽ ഫാബ്രിക് ഡെവലപ്പായി. ആ ഫാബ്രിക്കിൽ നിന്നും ടെസ്റ്റ് ചെയ്ത് ഇന്റർടെക് ലാബിലാണ് ഞങ്ങൾ നോർമലി ടെസ്റ്റിങ്ങിന് കൊടുക്കാറ്. അപ്രൂവൽ കിട്ടി. ഫാബ്രിക് നല്ലതാണ്, 100% ഓർഗാനിക് ആണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണെങ്കിലും ഡൈസ് ആണെങ്കിലും എല്ലാം കുട്ടികൾക്ക് ഒരു കേടില്ലാത്ത രീതിയിൽ ആസോ ഫ്രീ ഡൈസ് ആണ്. എല്ലാത്തിൻ്റെയും അപ്രൂവൽസ് കിട്ടി. എല്ലാം പക്ക റീഡിങ്സ് എല്ലാം കറക്റ്റ് ആയതിനു ശേഷം പ്രൊഡക്ഷനിലോട്ട് കയറുവാണ്. അടുത്ത ഏറ്റവും വലിയ ടാസ്ക്. ഇനീഷ്യലി ഞാൻ 6 വയസ്സുള്ള കുട്ടികൾക്കാണ്, കിഡ്സ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് പ്ലാൻ ചെയ്യുന്നത്. അന്ന് 6 വയസ്സുള്ള കുട്ടികൾക്ക് ഞാൻ ആകെ ചെയ്തത് 6 ഡിസൈൻസ് ആണ്. കാരണം ഈ ഒരു ഫാബ്രിക്കിന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് മിനിമം ഇത്ര കിലോ എങ്കിലും ഡൈ ചെയ്താലാണ് ആ ഡൈക്ക് ആ ഒരു എഫക്റ്റ്, ഫാസ്റ്റനിങ് എഫക്റ്റും കാര്യങ്ങളും ലൈഫ് എല്ലാം നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇനീഷ്യൽ ലെവലിൽ എനിക്കൊരു ബൾക്ക് ക്വാണ്ടിറ്റി തന്നെ സ്റ്റിച്ച് ചെയ്യണം. എന്നാൽ പല ഡിസൈൻസ് കൊണ്ടുവരാനും പറ്റത്തില്ല. ആ ഒരു നമുക്ക് ഇതിൽ അഫോർഡബിലിറ്റി എന്നുള്ളൊരു കൺസേൺ കൊണ്ടുവരണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ മാർക്കറ്റിൽ ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ ഭയങ്കര വിലയിൽ കൊടുക്കണം. അപ്പൊ അതൊക്കെ നിൽക്കട്ടെ, വേറെ കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഒരു 6 ലക്ഷം രൂപ വാപ്പച്ചിയുടെ കളഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടാമത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ കാശ് വേണം. അത് വാപ്പച്ചിയുടെ നിന്ന് മേടിച്ചോ അത് വേറെ കണ്ടെത്തിയോ? ലോൺ എടുത്തു പേഴ്സണൽ ലോൺ എടുത്തു. പിന്നെ വാപ്പച്ചിയുടെ നിന്ന് മേടിച്ചില്ല. പോകുവാണെങ്കിൽ എന്റെ കയ്യിൽ പോട്ടെ എന്നല്ലേ? ആള് സഹായിച്ചിട്ടുണ്ട്, ഇപ്പോഴും എന്നെ സഹായിക്കുന്നുണ്ട്. ഫാദർ എന്നെ ഇപ്പോഴും സഹായിക്കുന്നുണ്ട്. ഒരു സേഫ് പില്ലറാണ്. ഞാൻ ലോൺ എടുത്തു. ഈ ലോൺ എടുത്ത പൈസ കൊണ്ടാണ് ഈ കളി മുഴുവൻ നടന്നത്. എന്നിട്ട് ഞാൻ പ്രൊഡക്ഷനിലോട്ട് ഇറങ്ങി. സ്റ്റിച്ചിങ്, അപ്പോൾ ഇതിന് നമുക്കൊരു 6 ഡിസൈൻ ഡെവലപ്പ് ചെയ്തു. ആ 6 ഡിസൈൻ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് എനിക്കൊരു 6-7 മാസം വന്നു. 6 മാസം. കാരണം ഈ ഫാബ്രിക് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇനീഷ്യലി ഒരു ടൈം പ്രോസസ്സ് ഉണ്ട്. പിന്നെ ഇത് ഇവരുടെ ഫാക്ടറിയാണ്. അപ്പോൾ ഇവരെനിക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തു തന്നത് ഇനീഷ്യൽ ലെവൽ. അപ്പോൾ അവർക്ക് വലിയ പ്രോഫിറ്റ് ഇല്ലാതെയാണ് അവർ ചെയ്തു തന്നെ. അപ്പോൾ അവരുടെ ഓൾറെഡി ഉള്ള പ്രൊഡക്ഷൻ്റെ അതിന്റെ കൂടെയാണ് നമുക്ക് ചെയ്തു തന്നെ. അതിന് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തു തന്നവരാണ്. അങ്ങനെ അത്രയും സമയം എടുത്ത് നമ്മൾ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തു, പ്രൊഡക്റ്റ് കൊണ്ടുവന്നു. എൻ്റെ ഒരു ഫ്രണ്ട്, ആള് ഫോട്ടോഗ്രാഫറാണ്. വീട്ടിൽ തന്നെ ബാക്ക് ഡ്രോപ്പ് ഒക്കെ ഇട്ട് കുറച്ച് ഫ്രണ്ട്സിൻ്റെയും കസിൻസിൻ്റെയൊക്കെ കുട്ടികളെ വെച്ചിട്ട് ഫോട്ടോഷൂട്ട് ചെയ്തു. അതിന് മുന്നേ സൈസ് എടുക്കണ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഓരോ സാമ്പിൾ, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ ഒരു ഗാർമെൻറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിന് 14 സെറ്റ് ഓഫ് സാമ്പിൾസ് വേണമെന്ന് പറയാം. ഫസ്റ്റ് ഇനീഷ്യൽ അത് നമ്മുടെ ഫാബ്രിക്കിലല്ലായിരിക്കും, ഏതെങ്കിലും ഒരു ഫാബ്രിക്കിൽ ആ ഷേപ്പ് ആദ്യം ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈസിങ് കറക്റ്റ് ചെയ്യും. അങ്ങനെ പല രീതിയിലോട്ട് ചെന്നിട്ട് നമ്മുടെ ഫാബ്രിക് ലാബ് സാമ്പിൾ കറക്റ്റ് ചെയ്ത്, അത് കറക്റ്റ് ആണെങ്കിൽ ഡൈ ചെയ്ത് ഫാബ്രിക് വന്നതിന് ശേഷം ലാസ്റ്റ് പ്രീ പ്രൊഡക്റ്റ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ PP സാമ്പിൾ ഉണ്ട്, അതുവരെ എടുക്കണം. ഈ ഓരോ സ്റ്റേജും ഈ 6 മാസത്തിൽ നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിലെല്ലാം എൻ്റെ റിലേറ്റീവ്സിൻ്റെയും സിസ്റ്ററിൻ്റെയും കുട്ടിക്കൊക്കെയാണ് ഞാൻ ഇതിൻ്റെ സൈസ് മെഷർമെൻറ്റ്സ് നോക്കുന്നത്. കറക്റ്റ് സൈസ് വരണമല്ലോ. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് നോക്കി അവർക്ക് അവസാനം കംഫർട്ടബിൾ ആയി എന്നുള്ള രീതിയിലാണ് ഫൈനൽ പ്രൊഡക്ഷനിലോട്ട് പോകുന്നത്. അത് വന്നു, നല്ല ലുക്ക് ബുക്ക് ഡെവലപ്പ് ചെയ്തു, വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തു, പ്രൊഡക്റ്റ് ഇട്ടു. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ദിവസം ഒരു 5 സെയിൽ വന്നു. 5 സെയിൽ വന്നു? ആ, എൻ്റെ സിസ്റ്ററിൻ്റെയും മറ്റേ ഫ്രണ്ട്സിൻ്റെയും കുട്ടികൾക്ക്. ഈ മോഡൽസ് തന്നെ ഡ്രസ്സ് മേടിച്ചെന്നല്ലേ? അവര് തന്നെ ഞാൻ ഇത് തുടങ്ങിയല്ലോ, ലോഞ്ച് ചെയ്തല്ലോ, അന്ന് അവർക്ക് അപ്പോൾ എന്നെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഡ്രസ്സ് അവർ തന്നെ ഓർഡർ ചെയ്തു. വീട്ടിൽ തന്നെ ഇരിക്കുന്നവർക്ക് വരെ ഞാൻ പാക്ക് ചെയ്ത് ഷിപ്മെൻറ്റിൻ്റെ ആ രീതിയിൽ തന്നെ കസിൻ്റെ തൊട്ടപ്പുറത്തുള്ള കസിൻ്റെ വീട്ടിലാണെങ്കിലും എടപ്പള്ളിലുള്ള ഫ്രണ്ടിൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ കറക്റ്റ് ട്രാക്കിൽ ഷിപ്പ് റോക്കറ്റ് വഴിയാണ് ടൈപ്പ് ആയിരുന്നു. അങ്ങനെ പാക്ക് ചെയ്ത് ഷിപ്പ് ചെയ്ത് അവരുടെ വീട്ടിൽ ഓർഡർ ഡെലിവറി ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അന്ന് കൊടുത്തത്. ഇല്ലില്ല, അത് ആ രീതി എനിക്കൊന്ന് പഠിക്കുകയും ചെയ്യാം. അത് അങ്ങനെയാണ് കറക്റ്റ് സംഭവം അവിടെ എത്തുന്നുള്ളത് അറിയാലോ. ഇത് ഫ്രണ്ട്സിന്റെ ആയതുകൊണ്ട് കുഴപ്പമില്ല, എത്തിയാലും ആദ്യത്തെ ദിവസം മിനിമം ഒരു 10-15 ഞാൻ പ്രതീക്ഷിച്ച്. അത് കഴിഞ്ഞ ഒരു 2 ആഴ്ച സെയിൽ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം എന്നെ ആരും കേട്ടിട്ടില്ല. എന്നാലും അത് കഴിഞ്ഞിട്ട് സെയിൽ ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചേ. എത്ര നാളെ സെയിൽ ഇല്ലാതിരുന്നു? ഒരു 6-7 മാസത്തോളം മൊത്തം കൂടി ഞാൻ ആകെ വിറ്റത് 10 പൈസ. ഈ പെങ്ങളും കൂട്ടുകാരൊക്കെ കൂടി മേടിച്ചത് കൂട്ടി എല്ലാം കൂടി 10 പൈസ ഇട്ട് 6 മാസം കൊണ്ട്. പക്ഷെ അവിടെ വലിയൊരു തിരിച്ചറിവല്ലായിരുന്നു അത്? ഇങ്ങനെ വെറുതെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിട്ട് കാര്യമില്ല, വെബ്സൈറ്റിൽ പ്രൊഡക്റ്റ് ഇട്ടിട്ടും കാര്യമില്ല. ഇതില് വേറെയും കുറെ കാര്യങ്ങളുണ്ട്. നമ്മള് വീണ്ടും പഠിക്കുകയാണ്. തുണി ഉണ്ടാക്കിയ പോലെ, ഓർഗാനിക് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ പോലെ, ഡിസൈൻ പഠിച്ചതുപോലെ നമ്മൾ വീണ്ടും പഠിക്കുകയാണ്. എന്താ പഠിച്ചേ? ഇതിന് വേണ്ട ഒരു സംഭവമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് എനിക്ക് മനസ്സിലായി.
അപ്പോൾ ഇനീഷ്യലി അത് അറിയില്ല, അത് ചെയ്തു കൊടുക്കുന്ന കുറേ ഏജൻസീസ് ഉണ്ട്. ഇപ്പോൾ ഇത് കൊച്ചിയാണ്, നമ്പർ ഓഫ് ഏജൻസീസ് ഉണ്ട്. അതിലൊരു ഏജൻസി ആയിട്ട് ഞാൻ ടൈപ്പ് ആയി. അവർക്ക് മന്ത്ലി പേയ്മെൻറ്റിൽ ഞാൻ വർക്ക് കൊടുത്തു. 1 മാസം 2 മാസം 3 മാസം നോ റെസ്പോൺസ്. പൈസ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, ഇങ്ങോട്ടൊന്നും വരുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞു എനിക്കൊരു 3 മാസത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്രൊഡക്റ്റെങ്കിലും സെല്ലാവണം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് പോലും സെല്ലായിട്ടില്ല. വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായില്ല, ഒറ്റ ഒരെണ്ണമെങ്കിലും സെല്ലാവണമെന്ന് ഞാൻ പറഞ്ഞത്. അതുപോലും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും ആ 6 മാസം എന്നുള്ളത് 9 മാസമായി. എന്നിട്ടും ആ 10 എണ്ണത്തിൽ തന്നെ നിൽക്കുക, മാറിയിട്ടില്ല. ബാംഗ്ലൂരിലെ ചേച്ചി തേച്ചതുപോലെ ഇവരും തേച്ചു. അവരും തേച്ച്. അത് തേച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അവരെ റിജക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 3 months ആയിട്ട് ഒന്നും ആവാതായപ്പോൾ ഞാൻ റിജക്ട് ചെയ്തു. പിന്നെ പഴയതുപോലെ ഞാൻ കുറേ കാലം നിൽക്കാൻ നിന്നില്ല. പയ്യെ 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ റിജക്ട് ചെയ്തിട്ട് ഞാൻ തന്നെ ഒരു ചെറിയ കോഴ്സ്, ഓൺലൈൻ കോഴ്സ് എടുത്തിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു. അപ്പോൾ ഇവർ പഠിപ്പിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ബാക്ക് എൻഡ് ഉണ്ടാക്കിയിട്ടാണല്ലോ പഠിപ്പിക്കുന്നത്. ട്രൈ ചെയ്ത് പ്രാക്ടിക്കൽ മെത്തേഡിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ബ്രാൻഡിൻ്റെ പേജ് തന്നെ വെച്ചിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മറ്റേ ഏജൻസി ഒന്നും ചെയ്തിട്ടില്ല. അവര് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ആഡിന് ഇത്ര രൂപ അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ആഡ് ഒന്നും റൺ ചെയ്തിട്ടില്ല. നമ്മുടെ അറിവില്ലായ്മയെ അവർ ചൂഷണം ചെയ്തു. അതാണ് പ്രശ്നമായത്. അപ്പോൾ അത് ഞാനപ്പോൾ അതിൽ നിന്ന് പയ്യെ ഞാൻ തന്നെ കുറച്ച് ആഡ് റൺ ചെയ്ത് അങ്ങനെ പയ്യെ രീതിയിൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ പയ്യെ കച്ചവടം വന്നു തുടങ്ങി. പയ്യെ ഓൺലൈൻ സെയിൽസ് അല്ല, എന്നാലും ആൾക്കാർ അറിഞ്ഞ് എൻക്വയറീസ് വരാൻ തുടങ്ങി. സ്റ്റോഴ്സും എല്ലാം എൻക്വയറീസ് വരാൻ തുടങ്ങി. അപ്പം ഞാൻ മനസ്സിലാക്കി ഓൺലൈനിൽ മാത്രം നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ കിടക്കുന്ന പ്രൊഡക്റ്റ് ഒന്നും തീരൂല. ഞാൻ ഹോൾസെയിലോട്ട് ഇറങ്ങണം. നമ്മളിങ്ങനെ കൊണ്ടുവന്ന് വെച്ചേക്കുവാണല്ലോ അല്ലേ, ഹോൾസെയിലോട്ട് ഇറങ്ങണം. അപ്പോൾ എനിക്ക് ആൾക്കാരോട് പോയി സംസാരിക്കാനുള്ളൊരു ഇതുള്ളതുകൊണ്ട് ഞാൻ നേരെ വണ്ടി എടുത്തിട്ട് അത്യാവശ്യം സ്റ്റോറുകളിലായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങാൻ തുടങ്ങി. കൊച്ചിയിലെ എല്ലാ ടെക്സ്റ്റൈൽ ഷോപ്പിലും കൊച്ചിയിൽ കുറേ സ്റ്റോറുകളിൽ അങ്ങനെ കയറി. കൊച്ചി, കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ അങ്ങനെ പോയി. കുറേ സ്റ്റോറുകളിൽ പോയി. കുറച്ച് സ്റ്റോറുകളിലേക്ക് ഓർഡർ എടുത്തു. റിജക്ഷൻസ് ഉണ്ടായില്ലേ സമയത്തൊന്നും? റിജക്ഷൻസ് ഉണ്ടായി. ഈ സസ്റ്റൈനബിൾ മോഡൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ കളിയാക്കി വിട്ടുകാണുമല്ലോ. കാരണം മാർക്കറ്റിൽ ഒരു 400-500 റുപ്പീസിൻ്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റിന് ഒരു 700 റുപ്പീസ് വരും. അപ്പോൾ ഒരു ഫ്രഷ് ബ്രാൻഡാണ്, ആൾക്കാർ കേട്ടറിവ് പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് റിജക്ഷൻസ് ഉണ്ടാകും. അപ്പോൾ ഇതേ 700 റുപ്പീസ് എനിക്ക് മുന്നേ പുറത്തുനിന്നൊരു ബയ്യർ വന്നിട്ട് പറഞ്ഞു നീ എന്താ ഇത്ര വില കുറച്ചിട്ടേക്കണമെന്ന് വെച്ചു. കാരണം ഓർഗാനിക് ആയതുകൊണ്ട്. ആ സമയത്ത് എനിക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് കുറച്ച് പ്രൊഡക്ട്സ് ഓസ്ട്രേലിയയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു ഫാമിലി ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അങ്ങനെ പുറത്തുനിന്ന് കുറച്ച് സിംഗപ്പൂരിൽ നിന്ന് കുറച്ച് പേര് വാങ്ങി. അങ്ങനെ കുറച്ച് പേര് വാങ്ങി തുടങ്ങി. അപ്പോഴാണെങ്കിലും ഞാൻ ഹാപ്പിയായി. കുറച്ച് പ്രൊഡക്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പുറത്ത് നാട്ടിൽ പോയിട്ടില്ലെങ്കിലും പുറത്തോട്ട് പോയി. അതെല്ലാവരും കൂടി ഒരു 100-150ഓളം പീസുകൾ അങ്ങനെ പോയി ആ സമയത്ത്. അപ്പോൾ എൻ്റെ പ്രൈസ് കുറവാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പോഴുള്ള മാർക്കറ്റിലെ പ്രൊഡക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ പ്രൈസ് കൂടുതൽ വരുന്നത്. എന്നാൽ ഫ്രഷ് ബ്രാൻഡാണ്. ക്രെഡിറ്റ് പോകുന്നില്ലേ? ക്രെഡിറ്റ് പോകുന്നുണ്ട്. അത് മാനേജ് ചെയ്യാൻ പാകത്തിന് ഡെവലപ്പ് ആയിട്ടില്ല ആ സമയത്ത്. എന്നാൽ ഞാൻ വലിയ രീതിയിൽ സെയിലിലോട്ട് പോകുന്നില്ല. കാരണം കുറച്ച് സെല്ല് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബ്രാൻഡിങ് കംപ്ലീറ്റ് ഒന്ന് മാറ്റാൻ തീരുമാനിച്ചു. കാരണം എൻ്റെ കളർ തീം ആണെങ്കിലും ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ടാഗ് ലൈൻ ആണെങ്കിലും എല്ലാം മാറ്റണം. കാരണം ഞാൻ സെല്ല് ചെയ്യുന്നത് നോർമൽ ഒരു ക്ലോത്തിങ് അല്ല, ഇതൊരു സ്കിൻ പ്രിവെൻഷൻ ആണ്. കുഞ്ഞുങ്ങൾക്കൊരു മറ്റേ അസുഖങ്ങളിൽ നിന്നുള്ള പ്രിവെൻഷൻ ആണ്. അപ്പൊ അത് കേറ്റർ ചെയ്യുന്ന രീതിയിലായിരിക്കണം എൻ്റെ ബ്രാൻഡിങ്, എൻ്റെ ടാഗ് ലൈൻ എല്ലാം. അങ്ങനെ ഞാനൊരു ബ്രാൻഡിങ് കൺസൾട്ടന്റ് വന്നു. അങ്ങനെ ഞങ്ങൾ ഫൈനലൈസ് ചെയ്ത ലോഗോസ് എല്ലാം മാറ്റി, കംപ്ലീറ്റ് കമ്പനിയുടെ തീം എല്ലാം മാറ്റി, പുതിയ ടാഗ് ലൈൻ ഡെവലപ്പ് ചെയ്തു. ക്ലോത്തിങ് ഈസ് സ്കിൻ കെയർ ടു. അതാണ് ഇപ്പൊ നമ്മുടെ സ്കിൻ കെയർ ടു. ഞാൻ ചോദിക്കട്ടെ, അതായത് ഇപ്പൊ ഈ കുട്ടികൾക്ക് പ്രിവെൻഷൻ ചെയ്യുകയാണെന്ന് പറഞ്ഞു, ഈ ഡ്രസ്സ് കൊണ്ട് കുട്ടികൾക്ക് ഫ്യൂച്ചറിൽ വലിയ രീതിയിലുള്ള അലർജീസ് വരുന്നുണ്ടോ? ഡ്രസ്സുകൾ വരുന്നുണ്ട്. അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്. കാരണം കുട്ടികൾ ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് UV റേസ് ആണ്, ടെമ്പറേച്ചറാണ്. ഈ ടെമ്പറേച്ചറായിട്ട് കുട്ടികളുടെ ബോഡിയിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഈ ചൂട് ഡ്രസ്സിൻ്റെ ഉള്ളിൽ തങ്ങി നിന്നിട്ട് ആ ചൂടാണ് സ്കിൻ അലർജീസ് മുഴുവൻ ഉണ്ടാക്കുന്നത്. ഒരു പരിധി വരെ, എല്ലാം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഡസ്റ്റ് അലർജീസ്, ഫുഡ് അലർജീസ്, അങ്ങനെ പല രീതിയിലുള്ള അലർജീസ് ഉണ്ട്. നല്ലൊരു ശതമാനം ഉണ്ടാക്കുന്നത്
യു വി ഇതിനെ റേസ് ആണ്. കുറിച്ച് ചിലപ്പോൾ നമ്മൾ ബോധേഡല്ല. നമ്മൾ ഫുഡ് അലർജിനെ കുറിച്ച് ബോധേഡായിരിക്കും, ഡസ്റ്റിനെ കുറിച്ച് ബോധേഡായിരിക്കും. പക്ഷെ ഈ ഉടുപ്പിന്റെ മുകളിൽ കൂടെ യു വി റേസ് വന്നിട്ട് അത് നമുക്ക് അലർജി തരുമെന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കില്ല. അതുകൊണ്ടായിരിക്കും ഈ കോട്ടൺ യൂസ് ചെയ്യണമെന്ന് പറയുന്നത് അല്ലേ? കോട്ടൺ ഡ്രസ് ഇടുന്നത്. കോട്ടൺ എന്ന് പറയുന്നത് തന്നെ ഒരു നാച്ചുറൽ ഫാബ്രിക് ആണ്. അപ്പൊ നാച്ചുറൽ ഫാബ്രിക്സിനാണ് ഇത് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ഉള്ളൂ. ഇതിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓർഗാനിക് കോട്ടൺ ആണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ അലർജി വരാൻ പാടില്ല എന്നുള്ളൊരു സെഗ്മെൻ്റാണ് നമ്മൾ ഡ്രസ്സിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ബ്രാൻഡിങ് എല്ലാം മാറ്റി. അപ്പോൾ അന്ന് ഒരുപാട് പേര് നമ്മുടെ കൂടെ നിന്നു, കുറേ പേര് പറ്റിച്ചു, കുറേ പേര് നമ്മൾ വളരാൻ വേണ്ടി ആഗ്രഹിച്ച് കൂടെ നിന്നു. നമ്മളും വലിയൊരു യാത്രയിലൂടെ കടന്നു പോവുകയാണ്. ഇന്ന് എത്ര ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എത്ര ഡീലേഴ്സ് നമുക്കുണ്ട് ഈ ഒരു ബബിൾ ടൈമിൽ? ഇന്ന് കേരളത്തിൽ 150+ സ്റ്റോറുകളിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ട്. 150 സ്റ്റോറുകളിലുണ്ട്. 6ഓളം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. ഓക്കെ. കർണാടകയിലുണ്ട്, ചെന്നൈയിലുണ്ട്, കോയമ്പത്തൂർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. UAE ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. UK ഓൾമോസ്റ്റ് അവിടെ ടെസ്റ്റിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. US ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പയ്യെ ഒരു ഇതിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്രാൻഡ്. അന്ന് നമ്മൾ 6 ലക്ഷം രൂപ അപ്പച്ചിയുടെ കളഞ്ഞപ്പോൾ ഇനി ഇത് വേണോ വേണ്ടോ എന്ന് തീരുമാനിച്ചിരുന്നൊരു കാലഘട്ടമുണ്ട്. അവിടെ നിന്ന് 10 ലക്ഷം രൂപ കടമെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു 3-4 വർഷം എടുത്ത ഒരു പ്രോസസ്സ് കടന്നു പോകുന്നത്. ഈ കടന്നു പോകുന്ന സാഹചര്യത്തിലെല്ലാം നമ്മൾ പട്ടിണി കിടന്നിട്ടുണ്ടാകും, പൈപ്പ് വെള്ളം കുടിച്ച് ജീവിച്ചിട്ടുണ്ടാകും, തിരുപ്പൂര്, ഇങ്ങനെയൊക്കെ ഒരുപാട് സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. അതൊക്കെ മറികടന്ന് നമ്മൾ ഇന്നൊരു പ്രൊഡക്റ്റ് ആളുകൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയ ഒരു കാലഘട്ടം നിൽക്കുമ്പോൾ ഇന്ന് എത്ര രൂപയുടെ സെയിൽ ചെയ്യുന്നുണ്ട്? അതിനു മുന്നേ ഇപ്പോൾ ഈ ആ ഒരു സ്ട്രഗിളിൽ തന്നെ ഞാൻ കുറച്ച് രക്ഷപ്പെട്ടേക്കണ ഒരാളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലോൺ എടുത്ത ഫണ്ടും തീരണ ഒരു സാഹചര്യമൊക്കെ വരും. അപ്പോൾ ഫ്രണ്ട്സ് വരും, എന്നിട്ട് എനിക്ക് തിരുപ്പൂർ പോകേണ്ട സമയമാകുമ്പോൾ കയ്യിൽ ഫണ്ടില്ലെന്നുണ്ടെങ്കിൽ വാടാ പോവാന്നും പറഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് എന്നെ കൊണ്ട് പോകും. ഇപ്പോഴും ഈ കുറച്ച് നാൾ മുന്നേ വരെ എനിക്കിതുപോലെ അത്യാവശ്യം വരുമ്പോൾ ഫ്രണ്ട്സ് ഇവിടുന്ന് കൊണ്ടുപോകും. എന്നിട്ട് ചിലവ് മുഴുവൻ അവരായിരിക്കും നോക്കുന്നത്. അതുണ്ട്, അതിപ്പോഴും ഉണ്ട്. ഇന്ന് അറൗണ്ട് ആവറേജ് ഒരു 10 to 15 lakhs സെയില് മന്ത്ലി നമ്മൾ ചെയ്യുന്നുണ്ട്. മന്ത്ലി നമ്മൾ 15 ലക്ഷം രൂപയുടെ സെയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നല്ലൊരു എമൗണ്ട് ആണ്, നല്ലൊരു ഫിഗർ ആണ്. അത് ഇനി ഈ 15 എന്നുള്ളത് 15 കോടി 150 കോടിയൊക്കെ ആയിട്ട് പെട്ടെന്ന് വളരാൻ സാധിക്കട്ടെ. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ ഒരു ഫ്യൂച്ചർ, ബബിൾ ടൈമിന്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ബിൻഷാദിന്റെ ഫ്യൂച്ചർ? ഇപ്പോൾ ബബിൾ ടൈമിൽ ഞാൻ മുന്നേ ഒന്നിന്ന് തുടങ്ങിയിട്ട് എനിക്ക് മുട്ടത്തിപ്പോൾ ഒരു ഓഫീസ് ഉണ്ട്. ആ ഓഫീസിൽ ഇൻഹൗസ് ആയിട്ട് ഞങ്ങൾ 6 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. എനിക്ക് മൊത്തം 8 എംപ്ലോയീസ്, ഡയറക്റ്റ് സ്റ്റാഫ് ഉണ്ട്. പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു 50ഓളം പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. റെഗുലർ ആയിട്ട് നമ്മുടെ ബ്രാൻഡിന്റെ ഓർഡേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ബ്രാൻഡ് ഗ്ലോബലി സ്പ്രെഡ് ചെയ്യണം. ഫസ്റ്റ് ഇന്ത്യ കംപ്ലീറ്റ് സ്പ്രെഡ് ചെയ്യണം. എനിക്ക് ആദ്യം തന്നെ കൊച്ചിയിലൊരു ഷോറൂം ഇടണം. ഗ്ലോബലി ഒരു ഡിസ്ട്രിബ്യൂട്ടർ, ഇപ്പോൾ US ഞാൻ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടർ, അവർ ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് നിൽക്കുവാണ്. അഫോർഡബിൾ ആയിട്ടുള്ള എന്നാൽ ബെസ്റ്റ് 100% ഓർഗാനിക് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ പാരൻസിന് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്തിങ്, വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ ഒരു ക്ലോത്തിങ് ബ്രാൻഡായിട്ട് ബബിൾ ടൈം മാറണം. ഞാൻ മുന്നേ 6 വയസ്സ് വരെയുള്ള കുട്ടികൾ എന്നുള്ളത് 6 മാസം വരെ ആക്കി. ഇപ്പോൾ 6 മാസം വരെയുള്ള കുട്ടികളുടെയാണ്. അപ്പോൾ അതാണ് എൻ്റെ ഡ്രീം. ഞങ്ങൾ തമാശയൊക്കെ ഓഫീസിൽ പറയും. ഇപ്പോൾ ഒരു പാരൻറ്റ് വന്നിട്ട് എയിനോട് ചോദിക്കുകയാണ് ബെസ്റ്റ് ക്ലോത്തിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AI പറയണം, ബബിൾ ടൈമാണ് ബെസ്റ്റ് ഓർഗാനിക് ക്ലോത്തിങ്. അത് ഞങ്ങൾ ഇന്നും കൂടി പറഞ്ഞോളൂ, ഞാൻ ഓഫീസിൽ നിന്ന് പറഞ്ഞോളൂ, നമുക്ക് അങ്ങനെ ചെയ്ത് നമ്മുടെ ലക്ഷ്യം അതാണ്. ഇപ്പോൾ എനിക്ക് ഈ ഒരു രീതിയിൽ വളരണം. ഇന്ന് എനിക്ക് നിറയെ ഓർഡേഴ്സ് ഉണ്ട്. ഈ ഓർഡേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റിൽ പ്രോഡക്റ്റ് സ്പ്രെഡ് ആവുന്നുണ്ട്, ബ്രാൻഡ് സ്പ്രെഡ് ആവുന്നുണ്ട്. എൻ്റെ ആ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റും പിന്നെ സപ്പോർട്ടും ലോണും എല്ലാം കൂടെയാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ബ്രാൻഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ ബ്രാൻഡിനെ അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകാനും ഗ്ലോബലി ബ്രാൻഡ് സ്പ്രെഡ് ചെയ്യാനും, ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം US വേൾഡിലെ ഏറ്റവും വലിയ മാർക്കറ്റ്, അവിടെ കുട്ടികളുടെ പ്രൊഡക്ട്സിൻ്റെ 40% എനിക്ക് തോന്നുന്നു ക്യാരി ചെയ്യുന്ന ഒരു മലയാളിയുടെ ബ്രാൻഡാണ്. അതേപോലെ തന്നെ നമ്മുടെ ബ്രാൻഡ് ബബിൾ ടൈം അവിടെ എത്തിക്കണം എന്നുള്ള ഒരു ഡ്രീമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ എനിക്കിനി ആ ഒരു ഗ്രോത്തിലോട്ട് നമ്മുടെ ബ്രാൻഡ് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ നല്ലൊരു ഫിനാൻഷ്യൽ ബാക്കപ്പും അതിന് ഒരു എക്സ്പീരിയൻസ്ഡ് സപ്പോർട്ടും വേണം. ഒരു
ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് കുറച്ച് ഇൻവെസ്റ്റേഴ്സ് വന്നിരുന്നു നമ്മുടെ ഗ്രോത്ത് കണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. പക്ഷെ ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ മാത്രം ഞാൻ ആഗ്രഹിക്കാതെ മെൻറ്ററായിട്ട് കൂടി ഈ ബ്രാൻഡിൻ്റെ സ്കെയിലബിലിറ്റി അറിഞ്ഞ് ഇതിനാ ഒരു കപ്പാസിറ്റി ഉണ്ട് എന്നറിഞ്ഞ് എനിക്കും എൻ്റെ ടീമിനും അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി കൂടെ നിന്ന് സഹകരിച്ച് സപ്പോർട്ട് ചെയ്ത് മേലോട്ടെത്തിക്കാൻ പറ്റിയൊരു മെന്റർ വേണം. വേണമെങ്കിൽ നമുക്ക് പറയാം, ഈ ഒരു ഫാബ്രിക്കിൽ നമുക്ക് കിട്ടുന്ന ഒരേ ഒരു പ്രൊഡക്റ്റ്, ഓർഗാനിക് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരേ ഒരു പ്രൊഡക്റ്റ് ബാബിൾ ടൈമിൽ മാത്രമേ ഉള്ളൂ വേൾഡിൽ. അത് നമുക്ക് വേണമെങ്കിൽ പ്രൗഡ്ലി തന്നെ പറയാവുന്ന ഒരു കാര്യമാണ്. 28 വയസ്സിനുള്ളിൽ അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് നാളേക്ക് വേണ്ടിയിട്ട്. അടുത്ത സ്പാർക്കിൻ്റെ എപ്പിസോഡിൽ ഒന്നോടെ കഥ പറയാൻ വരുമ്പോൾ ഞാൻ അന്നത്തെ ആഗ്രഹം സാധിച്ചു, അല്ലെങ്കിൽ ഞാൻ ഗ്ലോബലി വളർന്നു, അതിനു വേണ്ടിയുള്ള എല്ലാ ആശംസകളും നേരുകയാണ്. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങളും കൂടെ ഉണ്ടാകും. താങ്ക് യു സോ മച്ച്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, അതിനുവേണ്ടി ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് എഫേർട്ട്, ആ എഫേർട്ടിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഉണ്ടായി വന്ന നല്ലൊരു ബ്രാൻഡ്, അതിൻ്റെ കഥയാണ് നമ്മൾ കേട്ടത്. നമ്മൾ ഓരോരുത്തരും കൂടെ നിന്നാൽ, വളർത്തിയാൽ നാളെ ലോകം അറിയുന്നൊരു ബ്രാൻഡായി വളരാൻ ബിൻഷാദിൻ്റെ ബബിൾ ടൈമിനും സാധിക്കും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം, നല്ലൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം ആകാം. അടുത്ത എപ്പിസോഡിൽ ബിൻഷാദിനെ പോലെ തന്നെ നമുക്ക് പുതിയൊരു സംരംഭകനെ കൂടി പരിചയപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.